25 കോടി ആൾക്കാരാണ് AD 1 ലോകത്തുണ്ടായിരുന്നത്, ഭൂലോകത്ത്. ഇന്ന് നമ്മുടെ പോപ്പുലേഷൻ 8.2 ബില്യൺ, 820 കോടിയാണ്. 25 കോടിയിൽ നിന്ന് 100 കോടി ആവാൻ വേണ്ടി 1804 വർഷം എടുത്തു. അതായത് AD 1804 നമ്മൾ 100 കോടി, അതായത് 1 ബില്യൺ ടച്ച് ചെയ്തത്. രണ്ടാമത്തേത് 100 കോടി കൂടി കൂടാൻ വേണ്ടിയിട്ട് 123 വർഷം മാത്രമേ എടുത്തുള്ളൂ. അതായത് 1927 നമ്മൾ 2 ബില്യൺ 200 കോടി ആയത്. പിന്നെ വെറും 32 വർഷം കൊണ്ട് അടുത്ത 100 കോടി കൂടി, പിന്നെ 15 വർഷം കൊണ്ട് അടുത്ത കോടി കൂടി, പിന്നെ 13 വർഷം, പിന്നെ 12 വർഷം, കഴിഞ്ഞത് 9 വർഷമായിരുന്നു ലാസ്റ്റ്. ഇപ്പോഴും നമ്മുടെ പോപ്പുലേഷൻ 8.2 ബില്യൺ, അതായത് 820 കോടി സം നമ്പർ, അതാണ് ഇന്നത്തെ പോപ്പുലേഷൻ. 1,71,303 ആളാണ് ഇന്ന് ജനിച്ചത്, ആ 11-20 വരെ. ഇന്ന് മരിച്ച ആൾക്കാരുടെ എണ്ണം 80,719, ആ 11-20 വരെ. അപ്പോൾ നമ്മുടെ ജനന നിരക്ക് അല്ലെങ്കിൽ മരിക്കുന്ന റേറ്റ് നമ്മൾ ഒരുപാട് കുറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാണുന്ന ഗ്രാഫ് ഇങ്ങനെ കുത്തനെ പൊങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പൊങ്ങലാണ്. നമ്മൾ പോപ്പുലേഷൻ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഈ അതായത് AD 1 മുതൽ 1804 വരെ വലിയ മാറ്റമൊന്നുമില്ല, സ്ലോ ചേഞ്ച് ഓൺലി. പക്ഷേ ഇവിടുന്ന് ഒരു സഡൻ പൊങ്ങലാണ്. ആ പൊങ്ങലിൻ്റെ കാരണം നമ്മൾ ഡെത്ത് റേറ്റ് കുറച്ചു എന്നുള്ളതാണ്. ഇന്ന് ജനിച്ചവരുടെ കണക്ക് ഞാൻ പറഞ്ഞു. 1,71,000 ആൾക്കാർ ജനിച്ചു, മരിച്ചത് വെറും 80,000 ആൾക്കാർ മാത്രമായിരുന്നു. അപ്പോൾ വി ഹാവ് അച്ചീവ്ഡ് റിഡക്ഷൻ ഇൻ ദ ഡെത്ത് റേറ്റ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് നമ്മുടെ അടുത്ത സഹോദരങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ കാണുന്നത് പ്രൈമേറ്റ്സ് ആണ്, അതായത് നമ്മളോട് കൂടുതൽ സാമ്യമുള്ള, അതായത് എവല്യൂഷനിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളാണ് ഈ കാണുന്നത്. അതിൽ ആ ലാസ്റ്റ് കാണുന്ന 5 എണ്ണം, അതിലൊന്ന് ഹ്യൂമൻ ആണ്. ഒറാങ്കുട്ടൻ, ഗൊറില്ല, ഹ്യൂമൻ, ചിമ്പാൻസി, ബൊനോബോസ്. നമ്മൾ ഒറാങ്കുട്ടനായിട്ട് തെറ്റിപ്പിരിഞ്ഞത് ഏകദേശം ഒരു 9 മുതൽ 13 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ ഗൊറില്ല, ജീനസ് ഗൊറില്ല നമ്മളിൽ നിന്ന് ബ്രാഞ്ച് ചെയ്തത് ഏകദേശം 8.5 മില്യൺ ഇയേഴ്സ് എഗോ. ഒരു 5.5 മുതൽ 7 മില്യൺ എഗോ ആണ് നമ്മളും മറ്റുള്ള ജീനസ് പാൻ, അതിലാണ് വരുന്നത് ചിമ്പാൻസിയും ബൊനോബോസും. അവിടെയാണ് പിരിഞ്ഞത്. നമ്മളൊക്കെ ഏകദേശം ഒരേ വർഗ്ഗക്കാരാണ്. ആ ഹ്യൂമൻ ഉള്ള ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോ വെക്കാം, നിങ്ങളുടെ ഫോട്ടോ വെക്കാം, ആരുടെ ഫോട്ടോ വേണമെങ്കിലും വെക്കാം. അതാണ് സിറ്റുവേഷൻ. ഇനി അതിൻ്റെ ഓരോ ജീവിയുടെ അടിയിൽ അവർ ജീവിക്കുന്ന വർഷം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ് ടു 20 ഇയേഴ്സ്. വെർബറ്റ് മങ്കീസ് 20 ഇയേഴ്സ് വരെ ജീവിക്കുള്ളൂ, ഒരു 20 വർഷം ആകുമ്പോഴേക്ക് ചത്തുപോകും. അതുപോലെ റീസസ് മെക്കാക്ക്, നമ്മൾ സാധാരണ കാണുന്ന കുരങ്ങന്മാർ. ഒറാങ്കൂട്ടൻ ഏകദേശം 40 വർഷം വരെ ജീവിക്കും, ഗൊറില്ല 35 വർഷം വരെ ജീവിക്കും, ചിമ്പാൻസി 45, ബൊനോബോസ് 40. നമ്മൾ 100 വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾക്കതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ഏകദേശം അതുപോലെ ആയിരിക്കേണ്ടത്, സിമിലർ ജീനൊക്കെ ആയിരിക്കുമല്ലോ അടുത്ത റിലേഷൻ ആകുമ്പോഴും. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ അതർ വേർഡ്സ്, ഈ ജീവികളൊക്കെ കൂട്ടിലിട്ട് വളർത്തിയപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം 10 മുതൽ 15 വർഷം വരെ കൂടിയിട്ടുണ്ട്. അതായത് ചിമ്പൻസിയൊക്കെ 60 വർഷം വരെ ജീവിച്ച ചിമ്പൻസി വരെ ഉണ്ട് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ. കാരണം നമ്മളാണ് അതിന് എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് മരുന്ന് കൊടുക്കേണ്ടത്, എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത്. അതിന് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടോ, പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുന്നു. നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുമ്പം ഈവൺ അവരുടെ ജീവിതം വരെ 10 മുതൽ 15 വർഷം വരെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട്, അതിന് പല റീസൺസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി ബിഫോർ കമ്മിങ് ടു ദാറ്റ്. അതായത് 1800 നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി 31 വയസ്സായിരുന്നു. ലോകത്തിലെ ജനസംഖ്യയുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ 31 വയസ്സ് മാത്രമായിരുന്നു. ഇന്ത്യയിൽ വെറും 24 വയസ്സായിരുന്നു. 24 വയസ്സായിരുന്നു 100 വർഷം മുമ്പ് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. ഇപ്പോഴും അത് 70 ഇന്ത്യയിൽ. ലോകത്തിൽ 73. നമ്മൾ സ്ലോലി അത് കൂട്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് 1900, ഇവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല, 31, 32 പിന്നെ ഒരു പോക്കാണ്. ഇപ്പോൾ 73. ഇത് 2017 ഡാറ്റയാണ്. ഇപ്പോഴും 73 ലോക ജനസംഖ്യയുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് 1900 മുതൽ നിങ്ങൾക്ക് കാണാം ഇത് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലോട്ടുള്ളത് വയസ്സാണ്. ആ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്ന, അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഇല്ലെങ്കിൽ 1900 മുമ്പ് നമ്മളും ആ കുരങ്ങന്മാരും അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളും ഏകദേശം ഒരേ വയസ്സായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് സംഭവിച്ചത് ഈ 100 വർഷം കൊണ്ടെന്ന് വെച്ചാൽ കെമിസ്റ്റ് ഹാവ് മാസ്റ്റേർഡ് ആർട്ട് ഓഫ് സിന്തസിസ് എന്ന്. അതായത് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ കെമിസ്ട്രി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചില മോളിക്യൂൾസ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടാനുള്ള കാരണം. കുറേ രസതന്ത്രജ്ഞർക്ക് ഈ കൃത്യമായ കെമിക്കൽസ് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് യൂറിയാണ്. വോളർ ഒരു അമോണിയം സയനേറ്റ് ചൂടാക്കുമ്പോഴുണ്ടാക്കിയ യൂറിയ മുതൽ തുടങ്ങിയ യാത്രയാണ് കെമിസ്ട്രികളുടെ. പ്യുവറായിട്ട് TNT ഉണ്ടാക്കി, ഇൻഡിഗോ ഉണ്ടാക്കി, അങ്ങനെ ഓരോ വർഷവും ഉണ്ടാക്കിയതാണ്. 1868 എലിസാർ ഉണ്ടാക്കി. ഗ്ലൂക്കോസ് നമ്മൾ സിന്തറ്റിക്കലി ഉണ്ടാക്കി 1890 എമിൽ ഫിഷറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പെൻസിലിൻ 1928, ഇത് വിറ്റാമിൻ C 1993. ഈ ബ്രാക്കറ്റിൽ കാണുന്നത് ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ഇതിൽ കെമിസ്റ്റ് സ്റ്റുഡൻസ് ഉള്ളവർക്കൊക്കെ അറിയാം ഈ പേരൊക്കെ. വുഡ്വേർഡ്, ഹോഫ്മാൻ ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. വുഡ്വേർഡ് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്, ഹോഫ്മാൻ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഇവരൊക്കെ ഉണ്ടാക്കിയ ഇത് ക്യുനിൻ, ഇത് മോർഫിൻ, ഇത് ഓക്സിറ്റോസിൻ, അതായത് ലവ് ഹോർമോൺ, ദിസ് ഇസ് റിസർപ്പിൻ, ക്ലോറോഫിൽ, അങ്ങനെ ഇത് ടാക്സോൾ, നമ്മുടെ ക്യാൻസറിനൊക്കെ കൊടുക്കുന്ന ബ്രോഡ് സ്പെക്ട്രം ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ട്. ഇങ്ങനെ ഓരോ കെമിക്കൽസും വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു കെമിക്കൽ മാത്രം ഉണ്ടാക്കിയത് വളരെ പ്യുവറായിട്ട് 100% പ്യുവറായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചു എന്നുള്ളതാണ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ദിസ്, ആ ഒരു സഡൻ ജമ്പ് ഇൻ ലൈഫ് എക്സ്പെക്റ്റൻസി. ഇത് ഈ സെയിം ഗ്രാഫ് തന്നെയാണ്, വയസ്സ് കൂടുന്ന അതേ ഗ്രാഫ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് കുറേ ആൾക്കാരുടെ അല്ലെങ്കിൽ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. 1876 റോബർട്ട് കോക്ക് എന്നൊരു മനുഷ്യൻ പറയുന്നത് ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം നമുക്ക് സൂക്കേട് ഉണ്ടാക്കുന്നു. ബാക്ടീരിയ അതിനു മുന്നേ അറിയാം, ബാക്ടീരിയ ഉണ്ടെന്നറിയാം, അത് നമ്മൾക്കൊന്നും ചെയ്യില്ല എന്നുള്ളതായിരുന്നു ധാരണ. ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് പറയുന്നത് 1876. 1908 ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക് വന്നത്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കൊല്ലുന്ന കെമിക്കലാണ്. അത് ആർസ് ഫെനാമിനാണ് 1908. പിന്നെ 1928 പെനിസിലിൻ വന്നു. ഇങ്ങനെ ഓരോ വർഷം 1944 സ്ട്രെപ്റ്റോമൈസിൻ, ദെൻ വാങ്കോമൈസിൻ, സൈക്ലോസ്പെരിൻ, അങ്ങനെ ഇതെല്ലാം ഓരോരോ വർഷത്തിൽ വന്ന ആൻറ്റിബയോട്ടിക്കുകളാണ്. ആ ആൻറ്റിബയോട്ടിക്കുകളാണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടിയത്. ആ ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമല്ല, ആൻറ്റിബയോട്ടിക്കുകൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ വേണ്ടി. മനുഷ്യന്മാർ മരിക്കുന്നത് കൂടുതലും ബാക്ടീരിയൽ ഡിസീസ് കൊണ്ടായിരുന്നു. ബാക്ടീരിയൽ വൈറൽ ഡിസീസ് ഓഫ് കോഴ്സ്. ഈ ആൻറ്റിബയോട്ടിക്സുകളാണ് നമ്മളെ ഇത്രയും ലൈഫ് കൂട്ടാൻ വേണ്ടി സഹായിച്ചത്. ഈ കാണുന്ന ഡിപ്പുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സ്പാനിഷ് ഫ്ലൂ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്പാനിഷ് ഫ്ലൂ, കോവിഡ് വന്ന സമയത്ത് സ്പാനിഷ് ഫ്ലൂ നമുക്കറിയാം. ഇത് 1920 സ്പാനിഷ് ഫ്ലൂ. ഇന്ത്യയിലും ഉണ്ടായിരുന്നു സ്പാനിഷ് ഫ്ലൂ, പക്ഷേ ഇന്ത്യയിൽ അതിൻ്റെ പേര് ബോംബെ ഫീവർ എന്നായിരുന്നു. ആ ബോംബെ ഫീവർ അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ വന്ന് മരിച്ച ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. ഇവിടെ ഒരു ഡിപ്പ്. ഇത് ഫാമിനായിരുന്നു. ഇത് വേൾഡ് വാർ ടൂവിലും ആൾക്കാർ മരിച്ചതിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ലൈഫ് എക്സ്പെക്റ്റൻസി കുറച്ച് ഇത് ആവറേജ് ആയതുകൊണ്ട്. ഇത് ചൈനയിലുണ്ടായ അതായത് ഫാമിൻ ഉണ്ടായ ആ ഒരു ഡിപ്പാണ്. ബാക്കിയെല്ലാം ഇപ്പോൾ ഇവിടെ കുറച്ചൊരു ഡിപ്പുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ആ ഡാറ്റ നമ്മുടെ കയ്യിലില്ല. ഇത് പഴയ 2017 വരെയുള്ളതായതുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് ഒരു ഡിപ്പുണ്ട്. ഇതാണ് സ്ഥിതി. നമ്മൾ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉണ്ടാക്കി നമ്മൾ പല രോഗത്തിനും ഇൻ്റർവീൻ ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതെന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്ക് ഏകദേശം 11,000-ൽ പരം പ്യുവർ കെമിക്കൽസ് ഡ്രഗുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പണ്ടുള്ള ഡ്രഗ്. പണ്ട് നമ്മൾ കണ്ടുപിടിച്ചിരുന്ന ഡ്രഗ്. ആദ്യം കാണുന്നത് പസഫിക് യു എന്ന് പറയുന്നൊരു വലിയ മരമാണ്. ടാക്സസ് ബ്രെവിഫോളിയ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തൊലിയിൽ നിന്നാണ് ടാക്സോൾ, അതായത് ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ടായ ടാക്സോൾ വേർതിരിച്ചിരിക്കുന്നത്. ഒരുപാട് ട്രീ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാർക്ക് എടുത്ത് ഉണക്കി പൊടിച്ച് അവസാനം പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്നത് ഫ്യൂ മില്ലിഗ്രാംസ് ഓഫ് ടാക്സോളാണ്. അതാണ് സ്ഥിതി. ഒരുപാട് നമുക്ക് വേണം, എന്നാൽ മാത്രമേ കുറച്ച് കിട്ടുള്ളൂ. അത് വളരെ ടീഡിയസ് പ്രോസസ്സാണ്. രണ്ടാമത്തത് കാണുന്നത് നിങ്ങളുടെയൊക്കെ ഓർണമെൻ്റൽ പ്ലാന്റ് വിങ്ക റോസിയ, ശകന്നാറി എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു ചെടി. അതിൽ നിന്നാണ് വിൻ ബ്ലാസ്റ്റിൻ, വിൻ ക്രിസ്റ്റിൻ എന്ന് പറയുന്ന ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ട്സ് ഡെവലപ്പ് ചെയ്തത്. മൂന്നാമത് കാണുന്നത് നമ്മുടെ അസാ ഡയറക്റ്റ ഇൻഡിക്ക എന്ന് പറയുന്ന വേപ്പിലുള്ള ആ അസാ ഡയറക്റ്റിൽ നിന്നുള്ള ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ്. അതൊരു ആൻറ്റി ഇൻസെക്ടിസൈഡാണ്. പ്ലസ് ഇറ്റ്സ് എൻ ഇൻസെക്ടിസൈഡ് ആൻഡ് ആൾസോ എൻ ആൻറ്റി ക്യാൻസർ കോമ്പൗണ്ട്. മറ്റേത് മോർഫിൻ, പെയിൻ കില്ലറാണ്. ഈ ഒപ്പിയം പോപ്പിയിൽ ഉണ്ടാകുന്ന സാധനമാണ്. അത് നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അത് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കാറുണ്ട്. താഴെ കാണുന്നത് ഒരു പാങ്ക്രാറ്റിസ്റ്റാറ്റിൻ എന്ന് പറയുന്നൊരു മോളിക്യൂളാണ്. അതായത്
ഈ സ്പൈഡർ ലില്ലി എന്ന് പറയുന്ന ഒരു ഒണിയൻ അല്ലെങ്കിൽ ഒരു ഉള്ളിയൊക്കെ പോലുള്ള ഒരു ചെടീൻ്റെ ട്യൂബറിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഡ്രഗാണ്. അത് ഫേസ് 3 ക്ലിനിക്കൽ ട്രയലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പെയിൻ കില്ലറാണ്, എപ്പിബാറ്റിൻ. ആ തവളയുടെ തൊലിയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ആഫ്രിക്കൻ ഫ്രോഗാണ്, അതിൻ്റെ തൊലിയിൽ നിന്നാണ് എടുക്കുന്നത്. ഇതേ സാധനം വളരെ ഡേഞ്ചറസുമാണ്. ഇത് ഹൈ കോൺസെൻട്രേഷനിലായാൽ ആൾക്കാർ മരിച്ചു പോകും. ഇത് വെച്ചിട്ടാണ് ഡാർട്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ സിനിമയിലേക്ക് കണ്ടിട്ടാണ് തവളയുടെ ഫ്രോഗിൻ്റെ തൊലി എടുത്തിട്ട് ഡാർട്ട് ഉണ്ടാക്കി ആൾക്കാർ എറിഞ്ഞ ആൾക്കാർ മരിച്ചു പോകും. അത്രയും സ്ട്രോങ് ആയ സാധനമാണ് ഇത്. പെനിസിലിൻ, അങ്ങനെ ഇത് മഷ്റൂം എന്നുണ്ടാക്കുന്ന ആൻറ്റിബയോട്ടിക് റെറ്റാപാമിലിൻ. ഇത് തുയുവിന് നോബൽ പ്രൈസ് കിട്ടിയ ചൈനീസ് ലേഡി തുയുയു, ഷീ ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ഐസൊലേറ്റിംഗ് ദിസ് ആൻറ്റിമലേറിയൽ ആർട്ടിമിസിനിൻ. ഇങ്ങനെ ഇതായിരുന്നു നമ്മുടെ സോഴ്സസ്. ഇന്ന് നാച്ചുറിൽ നിന്ന് കിട്ടുന്ന പല ചെടികളിൽ നിന്നും അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്നും എടുക്കുന്ന മോളിക്യൂൾസ് ആയിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഡ്രഗ് മോളിക്യൂൾ എന്ന് പറയും. ഇന്ന് അങ്ങനെയൊന്നും അല്ല ഡ്രഗ് കണ്ടുപിടിക്കുന്നത്. ഇന്ന് വളരെ അഡ്വാൻസ്ഡായി നമ്മൾ ലക്ഷക്കണക്കിന് കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് ഇന്ന് ഡ്രഗ് കണ്ടുപിടിക്കുന്നത്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പല കെമിക്കൽസും നമുക്ക് ഒന്നുകിൽ വേർതിരിച്ചെടുത്ത് പ്യുവറായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തിട്ട് പ്യുവറായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയത്. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുമ്പോൾ വേറെ എന്ത് വേണം? കഴിക്കാനുള്ള ശാപ്പാട് കൂടി വേണം. ശാപ്പാട് ഉണ്ടായിരുന്നില്ല ഇവിടെ. അഗ്രികൾച്ചർ ഈൽഡും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അതിൻ്റെ കണക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് 1270 മുതൽ 2014 വരെയുള്ള ക്രോപ്പ് പ്രൊഡക്ഷനാണ്. ഇത് യുണൈറ്റഡ് കിങ്ഡം UK ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ഡാറ്റയാണ്. വൈ ആക്സിസിൽ കാണുന്ന എത്ര ടൺ പെർ ഹെക്ടറാണ് പ്രൊഡക്ഷൻ എന്നാണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഓട്സും ബാർലിയുമാണ്. ഓട്സ് ആൻഡ് ബാർലി ആൻഡ് വീറ്റ്. ഇത് വീറ്റാണ്. ഇത് 2 ടണ്ണാണ് ഈ ഒരു മാർക്ക്. ഇത് 4 ടൺ, ഇത് 6 ടൺ, ഇത് 8 ടൺ. ഇപ്പോഴും 9 ടണ്ണൊക്കെയാണ് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ. ഒരു ഹെക്ടറിൽ 9 ടണ്ണാണ് പ്രൊഡക്ഷൻ. ഇന്ന് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈവൺ 2 കിൻഡൽ വരെ ഇല്ലാത്ത സമയത്താണ് നമ്മൾ 2 കിൻഡൽ വരെ ഉണ്ടായിരുന്നില്ല. ടൺ എന്ന് പറഞ്ഞാൽ 10 കിൻഡലാണ്. ഈ 2 കിൻഡലിന് താഴെ ഉണ്ടായെന്ന് ഇപ്പോഴും നമ്മൾ 8 ടൺ 9 ടണ്ണൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓരോന്നിൻ്റെത്. ഇത് ഓട്സിൻ്റെതാണ്, ഇത് ബാർലിയുടേതാണ്, ഇത് വീറ്റിൻ്റെതാണ്. ആ 3 കളർ കോഡിൽ കാണിക്കാം. എവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? 1900 മുതൽ ഇവിടെ നിന്നാണ് സഡൻ ജമ്പ്. എഗെയിൻ നേരത്തെ കണ്ട ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിന് ആനുപാതികമായിട്ടാണ്, അതിൻ്റെ അതേ സമയത്താണ് നമ്മൾ ഈ പ്രൊഡക്ഷനും കൂട്ടിയത്. ഇത് റൈസിൻ്റെതും ഇതുപോലെ തന്നെയാണ്. ഏത് രാജ്യത്തിൻ്റെ എടുത്താലും ഇതുപോലെ തന്നെയാണ്. ഇത് UKയുടേത് എളുപ്പത്തിൽ ഇത് നമ്മുടെ WHO വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കാണാം, ഇത് ഡയറക്റ്റ് ജമ്പാണ് അവിടെ നിന്ന് പോലെ. എന്താണ് സംഭവിച്ചത്? ആ ജമ്പില്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് അമേരിക്കയിലുള്ളതാണ്. അമേരിക്കയിലുള്ള ഡാറ്റയാണ്. ഇത് റൈസ് പ്രൊഡക്ഷൻ കൂടിയത് എഗെയിൻ 1900 മുതലാണ് ഈ ജമ്പ് ഇവിടെ നിന്ന് കാണുന്നത്. ഇത് കോൺ, അതായത് ചോളം. വീറ്റ് വലിയ ഗ്രോത്ത് ഇല്ല. കാരണം എന്താ വെച്ചാൽ വീറ്റിൻ്റെ ലാൻഡ് അവർ കുറച്ചു. ലാൻഡ് കുറച്ചിട്ട് മറ്റതിലേക്ക് ലാൻഡ് കൂട്ടി എന്നുള്ളതാണ്. ഇത് കുറഞ്ഞു എന്നല്ല. എല്ലാ ഗ്രെയിൻസും റൈസ് ആയാലും മറ്റ് പല കാര്യങ്ങളും ഒരുപാട് ഇൻക്രീസ് ചെയ്തു 1900 ശേഷം. എന്താണ് കാരണം? ഇതിൽ കെമിസ്ട്രി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? റേസ് യുവർ ഹാൻഡ്. ഓക്കെ. സോ ഇതേതാ ഈ കാണുന്നത്? N2+3H2 ഗിവിങ് 2NH3. ഹേബർ പ്രോസസ് ഓഫ് ഡിസ്കവറി ഓഫ് അമോണിയ. അമോണിയ കണ്ടുപിടിച്ച് അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജനും നൈട്രജനും മിക്സ് ചെയ്താൽ അമോണിയ ഉണ്ടാവുമെന്ന് ഹേബർ കണ്ടുപിടിച്ച ആ ഒരു പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സില്ലെങ്കിൽ ഇന്ന് എൻ്റെ മുന്നിൽ നിങ്ങളിൽ 8 ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത് ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ. ഈ എൻ്റെ മുമ്പിൽ ഏകദേശം 10 ആൾക്കാരുണ്ടാവും ഈ ടോക്ക് കേൾക്കാൻ വേണ്ടി. ഈ ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഓടുന്ന പല പ്രോട്ടീനും പല ഇതും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഹേബർ പ്രോസസ്സ് വഴി ഉണ്ടാക്കിയ അമോണിയ കൊണ്ടാണ്. ഈ അമോണിയയിൽ ഉണ്ടാക്കിയ പ്രോട്ടീനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, നിങ്ങളുടെ ദേഹത്തിരിക്കുന്നത്. ഈ അമോണിയ പ്രോസസ്സ്, ഈ ഹേബർ പ്രോസസ്സ് ഇല്ലെങ്കിൽ നിങ്ങളിൽ പലരും, ഞാനും ഇന്ന് ഈ ഭൂലോകത്തുണ്ടായിരിക്കില്ല. ഇതാണ് ഒരു ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഓഫ് സയൻസ് എന്ന് പറയുന്നത്. 1/8 ഓഫ് ദ ഗ്ലോബൽ പോപ്പുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹേബർ പ്രോസസ്സ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. 1909 ഹേബർ പ്രോസസ്സ് കണ്ടുപിടിച്ചത്. ഈ അമോണിയ. എന്താണ് അമോണിയ ചെയ്തത്? അമോണിയ ഉണ്ടാക്കിയ ഉടനെ അമോണിയ വെച്ചിട്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കുകയെന്ന് തുടങ്ങി. അമോണിയം നൈട്രേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, അങ്ങനെ പലതരം ഫെർട്ടിലൈസേഴ്സ്, നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്. ആ ഫെർട്ടിലൈസർ ഇതാണ് ഫെർട്ടിലൈസർ യൂസ് ചെയ്ത ഡാറ്റ. 1900 വരെ നമ്മൾക്ക് ഒരു ഫെർട്ടിലൈസർ ഉണ്ടായിരുന്നില്ല. 1900 വരെ ലോകത്തിൽ എവിടെയും ഒരു ഫെർട്ടിലൈസർ ഉണ്ടായിരുന്നില്ല. 900 ശേഷം 1909 ശേഷമാണ് ഫെർട്ടിലൈസർ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മുടെ ഫെർട്ടിലൈസർ എത്ര ടൺ ഉപയോഗിക്കുന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ്. അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എഗെയിൻ. അപ്പോൾ ആ ഫെർട്ടിലൈസർ
അല്ലെങ്കിൽ ആ അമോണിയ ഡിസ്കവറി ആണ് വൺ ഓഫ് ദ റീസൺ ടു സപ്പോർട്ട് ദിസ് മച്ച് പോപ്പുലേഷൻ. അത് ആണ് എന്നിൻ്റെ കാരണം ആ ഗ്രോത്ത് ഓഫ് ഈൽഡ്, പല ചെടിയുടെയും ഈൽഡ് ഞാൻ പറഞ്ഞു, അതിൻ്റെ കാരണം ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇത് ഈ ഗ്രാഫ് നോക്കിയാൽ ഇതാണ് കറണ്ട് പോപ്പുലേഷൻ. വേൾഡ് പോപ്പുലേഷൻ ഈസ് ഹിയർ. ദിസ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓൾഡ്, 2010 വരെയൊക്കെ കാണുള്ളൂ. ഇത് വേൾഡ് പോപ്പുലേഷൻ സപ്പോർട്ടഡ് ബൈ ഹേബർ പ്രോസസ്. ഈ കാണുന്ന ഈ ഡോട്ടഡ് ലൈൻസ്, ഇത്രയും ആൾക്കാർ, ഇത്രയും പോപ്പുലേഷനിൽ ഇത്രയും ആൾക്കാരുടെ പോപ്പുലേഷൻ സപ്പോർട്ടഡ് ബൈ ഹേബർ പ്രോസസ് എന്നാണ്. അതായത് ഏകദേശം 6 ബില്യണിൽ പരം ആൾക്കാർ ജീവിക്കുന്നത് ആ ഹേബർ പ്രോസസ്സ് ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾക്കിപ്പോൾ 8 ബില്യൺ ആണുള്ളത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസർ യൂസേജ് ഡാറ്റ. 1950 ശേഷമുള്ള ഡാറ്റയെ പ്രോപ്പർലി ഡോക്യുമെൻ്റ് ഉള്ളൂ. ഏകദേശം 1920 മുതൽ നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ആ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതാണ് ഫെർട്ടിലൈസർ യൂസേജ് ഡാറ്റ. ഇത് വിത്ത് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സ് ഇല്ലെങ്കിൽ ഇത് നമ്മുടെ മീറ്റ് പ്രൊഡക്ഷൻ, ഈ പച്ച കാണുന്നത് നമ്മൾ മീറ്റ്, അതായത് മാംസങ്ങൾ നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ബീഫ്, അങ്ങനെയുള്ള പല എഡിബിൾ മീറ്റ്സ്, അതിൻ്റെ ഇൻക്രീസാണ്. എന്താ കാരണം? എഗെയിൻ സെയിം റീസൺ. ഹേബർ പ്രോസസ് അമോണിയ, പ്ലാന്റ്സ് വന്നു, ആ പ്ലാന്റ്സ് വെച്ചിട്ട് ഫോഡേഴ്സ് വന്നു, ആ ഫോഡേഴ്സ് ഫീഡ് ചെയ്ത ആനിമലും വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ ഹേബർ പ്രോസസ് ഇല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഏകദേശം ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ്. ഏകദേശം 3 ബില്യണിൽ അടുത്ത് ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എന്നാണ് ഒരു എസ്റ്റിമേറ്റ്, ഹേബർ പ്രോസസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ. ഇനി നമ്മുടെ പ്ലാന്റ്സിന് എന്തൊക്കെയാണ് വേണ്ടത്? പ്ലാന്റ്സിന് വേണ്ട മെയിൻ ന്യൂട്രിയൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ. ഇതാണ് മാക്രോ ന്യൂട്രിയൻസ് കൂടുതലായിട്ട് വേണ്ടത്. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ നമ്മൾ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. കാർബൺ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് വരുന്നത്, ഗ്യാസ് ആയിട്ട്. അത് എയർന്ന് വരും. ഓക്സിജനും എയർന്ന് വരും. വെള്ളമായിട്ട് വരും. അപ്പോൾ CHO നമ്മൾ പറയേണ്ട ആവശ്യമില്ല. യൂഷ്വലി വെള്ളം കൊടുക്കണം, പ്ലാന്റിന് വെള്ളം കൊടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് കൊടുക്കും, അതായത് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നു. പിന്നെ അതുപോലെ കാൽഷ്യമൊക്കെ യൂഷ്വലി എല്ലാ സോയിലും ഉണ്ടാവുന്നതാണ്. കാൽഷ്യം, സൾഫർ ആഡ് ചെയ്യേണ്ടതുണ്ട് ചില കേസിൽ, അത് ഡിപ്പെൻഡിങ് ഓൺ ദ സോയിൽ. പിന്നെ ആ താഴെ കാണിച്ചിരിക്കുന്നത് ബോറോൺ, ക്ലോറിൻ, കോപ്പർ, അയേൺ, മാംഗനീസ്, മൊളിബ്ഡിനം, നിക്കൽ, സിങ്ക്. ഇത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, ചെറിയ എമൗണ്ട്സിൽ വേണ്ടതാണ്. ഇത്രയാണ് കൂടുതലും മെയിൻലി ഒരു പ്ലാന്റിന് ഗ്രോ ചെയ്യാൻ ആവശ്യമുള്ളത്. അടുത്ത ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വെള്ളം, എയർ എന്നുള്ള ഇതിൽ നിന്നാണ്. നൈട്രജൻ ഒരു ഗ്യാസാണ്. ഈ എയറിലുള്ള നമ്മുടെ എയറിലും സിംഹഭാവവും നൈട്രജൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ആ നൈട്രജൻ ഗ്യാസായിട്ട് നമുക്ക് പ്ലാന്റിന് കൊടുക്കാൻ പറ്റില്ല. പ്ലാന്റ് ഗ്യാസായിട്ട് എടുക്കില്ല. പ്ലാന്റ് എടുക്കുന്നത് നൈട്രേറ്റ് അല്ലെങ്കിൽ അമോണിയം, ഈ 2 ഫോമിലാണ്. അയോൺസ് ആയിട്ടാണ്. നൈട്രേറ്റ് അനയോൺ അല്ലെങ്കിൽ അമോണിയം കാറ്റയോൺ. ഈ 2 ഫോമിൽ മാത്രമേ പ്ലാന്റിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പ്ലാന്റ് എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത്? പ്ലാന്റിൻ്റെ വേരിൽ ഓരോ ന്യൂട്രിയൻറ്റും വലിച്ചെടുക്കാൻ പ്രത്യേകതരം സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ടേമിൽ പറയുന്നതാണ്. ദീസ് ആർ പ്രോട്ടീൻസ്. ഒരു സ്പെസിഫിക് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻ ചാനൽ പ്രോട്ടീനാണ്. ആ ചാനലിലൂടെ അമോണിയം മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ നൈട്രേറ്റ് മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിൻ്റെ ചാനൽ പൊട്ടാഷ്യം മാത്രമേ പോകുള്ളൂ. വളരെ സ്പെസിഫിക് ആയിട്ട് അതിനെ മാത്രം വലിച്ചെടുക്കാനുള്ള നമ്മുടെ സുഷിരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ ടേമിൽ സുഷിരങ്ങളുണ്ട് നമ്മുടെ പേരിൽ. ആ സുഷിരങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അത് മാത്രമേ എടുക്കുള്ളൂ. അതുപോലെ ഫോസ്ഫറസ് P, അതൊരു സോളിഡാണ്. പക്ഷേ സോളിഡായിട്ട് എടുക്കില്ല. നമ്മൾ പ്ലാന്റ് എടുക്കുന്നത് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നുള്ള ആനിയോണിക് ഫോമിലാണ്. പൊട്ടാസ്യം എടുക്കുന്നത് പൊട്ടാസ്യം മെറ്റലാണ്. അതിൻ്റെ K+ ഫോം, അതായത് പൊട്ടാഷ്യം അയോൺ എന്ന രീതിയിൽ മാത്രമാണ് വേര് വലിച്ചെടുക്കുന്നത്. സൾഫർ സൾഫേറ്റ് ആയിട്ടാണ് വലിച്ചെടുക്കുന്നത്. കാൽഷ്യം അയോൺ ആയിട്ടാണ്, Ca2+ എന്ന് പറയും. അതുപോലെ അയൺ 2 രീതിയിലുണ്ട്. അയൺ 2+, അയൺ 3+ എന്ന് പറഞ്ഞാൽ 2 അയോണിക രൂപത്തിലാണ് എടുക്കുന്നത്. അതുപോലെ എല്ലാമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ബോറേറ്റ്, മോളിബ്ഡേറ്റ്, ക്ലോറൈഡ്, കോപ്പർ അനിയോൺ, കോപ്പർ കാറ്റയോൺ, സിങ്ക് 2+, ഇങ്ങനെ രീതിയിലാണ് എടുക്കുന്നത്. ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. എക്സ്ട്രീം റൈറ്റിൽ അമോണിയം നൈട്രേറ്റ് ആണ് നൈട്രജന്, അല്ലെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കാം, പൊട്ടാഷ്യം നൈട്രേറ്റ് കൊടുക്കാം, യൂറിയ കൊടുക്കാം. അതുപോലെ പൊട്ടാഷ്യം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ്, അതുപോലെ പൊട്ടാഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം നൈട്രേറ്റ്. ഡോളോമൈറ്റ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ മഗ്നീഷ്യത്തിന് വേണ്ടി. മഗ്നീഷ്യം കാൽഷ്യം ഉള്ള മിക്സ്ചറാണ്. ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പലതും. ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ്.
ഈ ഫെർട്ടിലൈസർ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ ഈൽഡ് കൂടിയത്. അതാണ് നമ്മുടെ പോപ്പുലേഷനെ സപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓർഗാനിക് ഫാമിംഗ്, അല്ലേ? ഓർഗാനിക് പ്രോഡക്റ്റ് കേട്ടിട്ടില്ലേ? ഓർഗാനിക് ഫാമിംഗ്, യെസ്, ഗുഡ്. ഓർഗാനിക് ഫാമിംഗ് എന്താണ്? ഓർഗാനിക് ഫാമിംഗ് ഇത് വലിയൊരു സയൻസ് ഒന്നും ഇല്ലാത്ത കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ്. ഇത് ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്ത് സ്റ്റെയ്നറാണ്, റഡോൾഫ് സ്റ്റെയ്നർ, ജർമ്മൻ ഫിലോസഫറാണ്. 1924 അദ്ദേഹം വിചാരിക്കുന്നത് സോയിലിൽ നമ്മൾ ഒരു പൂജ ചെയ്യണം, എന്താ പറയുക, സാക്രിഫൈസ് ചെയ്യണം. അതായത് അനിമൽസിൻ്റെ ഹോൺ, കൊമ്പ്, പശുവിൻ്റെയും കാളയുടെയൊക്കെ കൊമ്പ് നിവേദിക്കണം, അതായത് ഈ എർത്തിന് വേണ്ടിയിട്ട്. ഈ കൊമ്പ് വഴി കുറേ ദൈവിക ശക്തികൾ ഇതിലേക്ക് വരുന്നതാണ്. അതാണ് വിശ്വാസം. നമ്മുടെ നാട്ടിലും കൊമ്പിലൂടെ റേഡിയോ ആക്ടിവിറ്റി വരുന്ന ഒരു മഹാനുണ്ടായിരുന്നല്ലോ, അല്ലേ? കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊമ്പിലൂടെ റേഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒച്ചകെട്ടാ അത് റേഡിയോ ആക്ടിവിറ്റി ആണെന്ന് പറയുന്നൊരു മഹാൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതുപോലുള്ള മഹാന്മാർ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. ഈ മഹാൻ സ്റ്റെയ്നർ വിചാരിച്ചത് ഈ കൊമ്പിലൂടെ ദിവ്യശക്തി ഇതിലേക്ക് വരും, ഈ അനിമലിലേക്ക് വരും. ആ കൊമ്പ് കുഴിച്ചിടണം ഇവിടെ ഭൂമിയിൽ, എന്നാലാണ് ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടാവുന്നത്. ആ കൊമ്പ് കുഴിച്ചെടുക്കുക, ഇന്നും കൊമ്പ് കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പിക്ചറാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. കുറേ കൊമ്പെടുത്ത് കുഴിച്ചെടുത്ത് ഭൂമി പൂജ എന്ന് പറയാം, നിങ്ങൾക്ക് പറയാം. ആ ഭൂമി പൂജ ചെയ്താൽ നമ്മുടെ ഫലഭൂയിഷ്ഠത കൂട്ടും എന്നുള്ളതാണ് സ്റ്റെയ്നർ ആദ്യമായിട്ട് പറഞ്ഞത്. അതാണ് ഭാവിയിൽ ഓർഗാനിക് ഫാമിംഗ് ആയിട്ട് മാറിയത്. ഒരു ചെറിയ ചെറിയ വകഭേദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കോസ്മിക് ഫോഴ്സസ്, അതായത് കോസ്മിക് ഫോഴ്സസ് ഈ കൊമ്പ് വഴി വന്നിട്ട് നമ്മളത് ഭൂമിയിലേക്ക് അർപ്പിക്കണം. അതുപോലെ മൂണിൻ്റെ ഓരോ ബലക്ഷയമുണ്ടല്ലോ, അതായത് ചെറിയ മൂണാകുമ്പം നമ്മുടെ ഇത് പ്രകാരം ക്ഷയിക്കുക എന്ന് പറയാം. ക്ഷയിക്കുന്നൊന്നുമില്ലല്ലോ, അത് നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ചന്ദ്രൻ ചെറുതാവുന്നത്. പക്ഷേ ക്ഷയിക്കുന്ന സമയത്ത് കൾട്ടിവേഷൻ ചെയ്യാൻ പാടില്ല. അതായത് അതിൻ്റെ ഫേസ് നോക്കണം. അതായത് ഫേസ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേജാണ്, പൂർണ്ണചന്ദ്രനാണോ അല്ലെങ്കിൽ അമാവാസി കഴിഞ്ഞ് ഫസ്റ്റ് മൂണാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് വിളവിറക്കേണ്ടതെന്നൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പാടില്ല, സിന്തറ്റിക്കായ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അപ്പോൾ പറയും ഇതിന് സയൻറ്റിഫിക് ബാക്കിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങളൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊക്കെ പറയും, നിങ്ങൾ എത്ര ആൾ പറയുന്നറിയില്ല, ഞാൻ പറയും നിങ്ങളുടെ സയൻസിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അത് പലരും പറയാറുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, നിങ്ങളുടെ സയൻസ് വളർന്നിട്ടില്ല, ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ സയൻസിന് എത്തിയിട്ടില്ല. അത് ഇവരും പറയാറുണ്ട് കൃത്യമായിട്ട്. ഇത് സംതിങ് ബിയോണ്ട് സയൻസ്, ഓക്കെ, ഓർഗാനിക് ഫാമിംഗ്, ആൻഡ് ദാറ്റ് വി മസ്റ്റ് ലുക്ക് ബിയോണ്ട് സയൻസ് ടു ഇറ്റ്സ് സ്പിരിച്വൽ ഡയമെൻഷൻ. അതിൻ്റെ സ്പിരിച്വൽ ഡയമെൻഷൻ മനസ്സിലാക്കണം. നിങ്ങളുടെ സയൻസ് ഒന്നും നോക്കിയാൽ പോരാ. അതാണ് ഓർഗാനിക് ഫാമിൻ്റെ ഒരു ബേസ്. ഓക്കെ, ഇതിലാണ് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ അടിത്തറ നിൽക്കുന്നത്. ഇനി ഇസ് ഇറ്റ് ന്യൂ? ഓർഗാനിക് ഫാമിംഗ് പുതിയതാണോ? ഞാൻ നേരത്തെ ഒരു ഗ്രാഫ് കാണിച്ചു. 1909 ശേഷമാണ് നമ്മൾ ഫെർട്ടിലൈസർ കണ്ടുപിടിച്ചത്. 1909 വരെ നമ്മളെല്ലാവരും ഓർഗാനിക് ഫാമിംഗ് ആണ് ലോകത്തിലെല്ലാ സ്ഥലത്തും ചെയ്തിരുന്നത്. നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് 10,000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതാണ് ആ ഗ്രാഫ് കാണിക്കുന്നത്. ഏകദേശം 8,000 BC, 9,000 BCക്ക് മുന്നിൽ ആ ഇടയിലാണ് നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്. കലപ്പ കൊണ്ട് ഉഴുത് മറിക്കാൻ തുടങ്ങിയത് ഏകദേശം 3000 BCയിലാണ്. ഓക്കെ, നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ 100 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു 100 വർഷം മുമ്പ്. അന്നേരമുള്ള ലൈഫ് എക്സ്പെക്റ്റൻസിയാണ് ഞാൻ പറഞ്ഞത്. എത്ര? 24 വർഷം. ഇന്ത്യയിൽ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എത്ര ആൾക്കാർ ഭൂലോകത്ത്? വളരെ ചെറിയ ആൾക്കാർ. ഇന്നുള്ളതിൻ്റെ 1/8 ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതാണ് ഓർഗാനിക് ഫാമിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു, ഇത് പുതിയൊന്നും ആയിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ കണക്ക് കൂടി പറയാനുണ്ട്. ശ്രീലങ്ക, നമ്മുടെ തൊട്ടടുത്ത രാജ്യം. അവിടെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലും ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ഗ്രീൻ റെവല്യൂഷൻ നടത്തിയത് 1900, ഇന്ത്യയിൽ മാത്രമല്ല പല കൺട്രീസിലും. അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ ഗ്രീൻ റെവല്യൂഷൻ വന്ന 1960കളിലാണ്. അവർ സബ്സിഡൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാ ഫെർട്ടിലൈസറിനൊക്കെ സബ്സിഡി കൊടുക്കും. 1960 റൈസ് ഈൽഡ് ബിക്കം ഡബിൾഡ്, ആക്ച്വലി ട്രിപ്പിൾഡ്, 3 ഇരട്ടിയായി റൈസിൻ്റെ ഈൽഡ്. അത് കഴിഞ്ഞ ഉടനെ ആ കൺട്രി സെൽഫ് സഫീഷ്യൻ്റായി. റൈസ് ഇമ്പോർട്ട് ചെയ്യേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻ ഇമ്പോർട്ട് ചെയ്യേണ്ട എന്നൊരവസ്ഥയിലെത്തി. ഇത് ശ്രീലങ്ക. അതുപോലെ തന്നെ കോക്കനട്ട്, ചായ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. റബ്ബർ, സ്പൈസസ് എല്ലാത്തിൻ്റെ ഈൽഡ് കൂടി. അതുമൂലം ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചുകൊണ്ടാണ്.
ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ട് ഈൽഡ് കൂടുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ അഗ്രികൾച്ചറിൽ പോവാതെ മറ്റുള്ള ഹയർ പേയിങ് ജോബിലേക്ക് പോയി ആ കൺട്രി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ശ്രീലങ്കതായ മറ്റു പ്രശ്നങ്ങളുണ്ട്, എത്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിലും ആ കൺട്രി 1960 ശേഷം ഇറ്റ് വാസ് ഇൻ എ ഗുഡ് ഗ്രോത്ത് ഫേസ്. എന്താണ് സയൻറ്റിഫിക് ഫാമിംഗ് ഉപയോഗിച്ചു. ബേസിക്കലി അവരുടെ ഈൽഡൊക്കെ വളരാൻ തുടങ്ങി, ആൾക്കാർ നല്ല ജോബിനൊക്കെ പോകാൻ തുടങ്ങി. എല്ലാവരും കൃഷിക്കാരാവേണ്ട, മറ്റുള്ളവർക്ക് കൃഷി അല്ലാതെ ജോലിയും ചെയ്യാം എന്നുള്ളൊരു നിലയിലെത്തി. പക്ഷേ 2022 ശ്രീലങ്ക ബാങ്ക്രപ്റ്റായി. ശ്രീലങ്ക ഈ എക്കണോമിക് മാപ്പ് ഓഫ് ദ വേൾഡ് തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താ അറിയോ, 70% ഇത് ഇൻഫ്ലേഷൻ 2022 സെപ്റ്റംബർ 2022 ഹയസ്റ്റ് ഇൻഫ്ലേഷൻ 70%. കൺട്രി ബിക്കേം ബാങ്ക്രപ്റ്റ്. 10 വീട്ടിലും അഷ്ടിക്ക് വകയില്ല, ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരുന്നു. 9 out of 10 ശ്രീലങ്കൻ ഫാമിലി വർ സ്കിപ്പിംഗ് മീൽസ്. ദേ വർ നോട്ട് ഈറ്റിംഗ്, സം മീൽസ് ദേ വർ സ്കിപ്പിംഗ്. പിന്നെ ആൾക്കാർ വലിയ ക്യൂവിലൊക്കെ നിൽക്കുകയായിരുന്നു ഒരു പെട്രോളിന് വേണ്ടി അല്ലെങ്കിൽ ഫ്യൂവലിന് വേണ്ടി, ദിവസങ്ങളോളം ഫ്യൂവലിന് വേണ്ടി നിൽക്കുകയായിരുന്നു. ഏകദേശം 3 ലക്ഷം ആൾക്കാർ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്ഷയുടെ വീട്ടിൽ പോയിട്ട് അങ്ങ് ആക്രമിച്ചു. 3 ലക്ഷം ആൾക്കാർ കൂടിയിട്ട് പ്രസിഡൻ്റെ വീട്ടിൽ ആക്രമിച്ചു. പിന്നെ അതുപോലെ പ്രൈം മിനിസ്റ്റർ വിക്രമസിംഹയുടെ വീടിന് തീ കൊടുത്തു. 3 ലക്ഷം ആൾക്കാർ 2022 നടന്നതാണ്. ഇയാൾ ഓടിപ്പോയി. ഇയാൾ പ്രസിഡൻ്റായിരിക്കെ മാലദ്വീപിലേക്ക് രക്ഷപ്പെട്ടു. അമേരിക്കയിലേക്ക് പോകാൻ നോക്കി, അമേരിക്ക വിസ കൊടുത്തില്ല. മാലദ്വീപിലേക്ക് പോയി. അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിലേക്ക് പോയി. സിംഗപ്പൂരിൽ അഭയം പ്രാപിച്ചു പ്രസിഡൻ്റായിരിക്കും. എന്നിട്ട് സിംഗപ്പൂരിൽ നിന്ന് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്യാണ്, ഞാൻ വിക്രമസിംഹയെ താൽക്കാലിക പ്രസിഡൻ്റാക്കിയാണ്. അതാണ് സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? വൈ ദിസ് ഹാപ്പൻഡ്? ഇത്രയും നല്ലൊരു കൺട്രി. ഒന്നാമത് കറപ്ഷൻ, ഭയങ്കര കറപ്ഷനാണ്. പിന്നെ ഫാമിലി പൊളിറ്റിക്സ്. അവർക്കും ഫാമിലി പൊളിറ്റിക്സ് മോശമില്ല. ഫാമിലിയാണ് കൂടുതലും പ്രൈം മിനിസ്റ്ററും ഇതൊക്കെ ആയിട്ട് വരുന്നത്. ഫാമിലി പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ ഡെമോക്രസി വീക്കൻ ചെയ്തു. ഈ ഫാമിലി പൊളിറ്റിക്സ് വരുമ്പോൾ ഡെമോക്രസി ഇല്ലല്ലോ. ഫാമിലി ആൾക്കാർ അടുത്ത മക്കളും ഒരു പൊളിറ്റീഷ്യൻ്റെ മക്കളും പൊളിറ്റീഷ്യനാവുക, അതും മക്കളും പൊളിറ്റീഷ്യനാവുക എന്ന് പറഞ്ഞാൽ അവിടെ ഡെമോക്രസിക്ക് വിലയില്ല എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോൾ ഡെമോക്രസി നഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ സൂയിസൈഡ് ബോംബിംഗ് ഉണ്ടായിരുന്നു. 2019 ഒരു ചർച്ചിൽ ആക്രമണം ഉണ്ടായിരുന്നല്ലോ, സൂയിസൈഡ് ബോംബിംഗ് ഉണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരാതായി. അപ്പോൾ അങ്ങനെയുള്ള ടൂറിസ്റ്റ് ഇൻകം നഷ്ടപ്പെട്ടു. പിന്നെ COVID-19 എല്ലാവർക്കും വന്നു, അതുപോലെ ശ്രീലങ്ക. അങ്ങനെ ഇതൊക്കെ പലതും കൂടിയാണ്. പക്ഷേ അതിൻ്റെ മേജർ പ്രോബ്ലം ഇതൊന്നും ആയിരുന്നില്ല. മേജർ പ്രോബ്ലം ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു. ഇതാണ് നൈട്രജൻ്റെ ആവശ്യം, ശ്രീലങ്കയ്ക്ക് വേണ്ട നൈട്രജൻ്റെ ആവശ്യം. ഇത് ടണ്ണിലാണ് കാണിച്ചിരിക്കുന്നത്. ആവറേജ് നൈട്രജൻ ഡിമാൻഡ്, ടൺ നൈട്രജൻ പെർ ഇയർ ഓഫ് പാഡി, റൈസ് ആൻഡ് അതർ പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബ്ലൂ ഹിസ്റ്റോഗ്രാമിൽ കാണുന്നത്. അത്രയും ടണ്ണാണ് വേണ്ടത്. അത് 3,50,000 ടൺ നൈട്രജൻ ഒരു വർഷം വേണം അവിടുത്തെ ക്രോപ്പിന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് 2020 എഴുതി കാണുന്നതിൽ ആ ചുവന്ന മാർക്ക് പാഡി സ്ട്രോ, അതായത് നമ്മുടെ വൈക്കോല് വെച്ചിട്ടുണ്ടാക്കുന്ന വളം, അതായത് ഓർഗാനിക് മാനുവർ. അത്ര മാത്രമാണ് അത് ഗ്യാപ്പ് നികത്തുന്നത്. ബാക്കിയുള്ള ആ പച്ച അത്രയും അവർ ഇമ്പോർട്ട് ചെയ്യായിരുന്നു, ഫെർട്ടിലൈസറായിട്ട് ഇമ്പോർട്ട് ചെയ്യായിരുന്നു നൈട്രജൻ. 2021 വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ കുറച്ചൊരു കമ്പോസ്റ്റ് കൂടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്ലൂ ലൈൻ കാണാം. പാഡി സ്ട്രോ, അതായത് വൈക്കോലിനുള്ള വളം വളരെ ചെറിയ ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മേജർ ചങ്ക് ഓഫ് നൈട്രജൻ വരുന്നത് പുറത്തു നിന്നാണ്. രാജപക്ഷ വിചാരിച്ചു അത് ഏകദേശം 400 മില്യൺ US ഡോളറായിരുന്നു അത്രയും ഇമ്പോർട്ട് ചെയ്യാനുള്ള പൈസ. ഇദ്ദേഹം വിചാരിച്ചു ഈ 400 മില്യൺ സേവ് ചെയ്തിട്ട് നമുക്ക് മറ്റൊന്നിലും ഉപയോഗിക്കാം, അത് നമുക്ക് നിർത്താം. ഈ 400 മില്യൺ സേവ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ് ഇമ്പോർട്ട് വേണ്ട, ഫെർട്ടിലൈസർ ഇമ്പോർട്ട് വേണ്ട, ശ്രീലങ്ക ഷുഡ് ഡു ഓർഗാനിക് ഫാമിംഗ്, ഓൺലി ഓർഗാനിക് ഫാമിംഗ്. എല്ലാം ബാൻ ചെയ്തു. പെസ്റ്റിസൈഡ് ബാൻ ചെയ്തു, ഫെർട്ടിലൈസർ ബാൻ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ കെമിക്കൽസും ബാൻ ചെയ്തു. ആൻഡ് ശ്രീലങ്ക ഷുഡ് ഡു ഓൺലി ഓർഗാനിക് ഫാമിംഗ്. അവർ ചെയ്തു. എന്തിന്? 400 മില്യൺ ഡോളർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 6 മാസം റൈസ് പ്രൊഡക്ഷൻ 20% കുറഞ്ഞു. 5 കിൻഡൽ ഉണ്ടാക്കുന്ന ഒരു കർഷകൻ വെറും 1 കിൻഡൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള നിലയിലെത്തി. ടീ പ്രൊഡക്ഷൻ, അതാണ് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ ക്രോപ്പ്, നാണ്യവിള എന്ന് പറയുന്നത് ചായ. അത് 18% കുറഞ്ഞു. 100 ഉണ്ടാക്കുന്നവൻ 18 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ ചോളം, മെയ്സ് 70% കുറഞ്ഞു. അങ്ങനെ കൺട്രി വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു. ഫുഡില്ല.
$1.2 ബില്യൺ US$. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. ഓക്കെ, $1.2 ബില്യൺ എമർജൻസി ഫുഡ് എയ്ഡായിട്ട് പുറത്തുനിന്ന് കടം വാങ്ങിച്ചു. 200 മില്യൺ ടു സപ്പോർട്ട് ഇൻകം സപ്പോർട്ട് പ്രോഗ്രാം. ആൾക്കാർ മരിക്കുന്നതാണ് ഇപ്പോൾ ഭക്ഷണമില്ലാത്തതുകൊണ്ട്. 450 മില്യൺ റൈസിന് മാത്രം, റൈസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള കൂലി മാത്രം. ഇതാണ് അവർക്ക് സംഭവിച്ചത്. അത്രയും ചെയ്യേണ്ടത്, അത്രയും കടം വാങ്ങേണ്ടത് എന്തിന്? വെറും 400 മില്യൺ സേവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റുപ്പിഡ് ഐഡിയ ആയിരുന്നു. ആ സ്റ്റുപ്പിഡ് ഐഡിയ കൊണ്ട് സംഭവിച്ചത് ഇത്രയാണ്, ബില്യൺസാണ് നഷ്ടപ്പെട്ടത്. 2022 വെറും വീണ്ടും ഒരു 6 മാസത്തിന് ശേഷം മനസ്സിലായി. പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ്. തിരിച്ചെടുത്തു. അതായത് ആ ഒരു ഡിസിഷൻ റിവേഴ്സ് ചെയ്തു. നമുക്ക് ഓർഗാനിക് ഫാമിംഗ് ശരിയാവില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ $700 മില്യൺ ഫെർട്ടിലൈസർ വാങ്ങാൻ വേണ്ടി മാത്രം വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തു. ടോട്ടൽ ബാധ്യത $95 ബില്യൺ ആയിരുന്നു. ഈ ഒരു സ്റ്റുപ്പിഡ് തീരുമാനം കൊണ്ട്. അതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഡിബാക്കിൾ ഓഫ്. നമ്മുടെ പറമ്പിൽ നമ്മുടെ മന്ത്രിമാരും പറയാറുണ്ട്, ഓർഗാനിക് ഫാമിംഗ് നമ്മളും പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഒന്നും ചെയ്യാതെ അവർ മട്ടുപ്പാവിലും പറമ്പിലും എന്തെങ്കിലും കുഴിച്ചിടുന്നത് അത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ആസ് എ കൺട്രി അതൊരു പോളിസിയെ എടുത്താൽ ഇതാണ് സംഭവിക്കുക എന്നാണ് പറയുന്നത്. അതായത് ഓർഗാനിക് ഫാമിംഗ് ആരും ചെയ്യേണ്ടതെന്നല്ല, പക്ഷേ അതിന് വലിയ കാര്യമൊന്നുമില്ല. ഒന്നും ചെയ്യാതെ അവർ മേധസ്സൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അത് ഓർഗാനിക് ആണെന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇൻ യുവർ ബാക്ക് ഹാൻഡ്, നോട്ട് ഫോർ ദ കൺട്രി. ഇതാണ് ലെസൺ. ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇത് എല്ലാ സ്ഥലത്തും. ഇത് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് നോർമൻ ബോർലാക്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റായിരുന്നു, അമേരിക്കൻ സയൻറ്റിസ്റ്റായിരുന്നു, അഗ്രോണമിസ്റ്റായിരുന്നു. അദ്ദേഹമാണ് നോബൽ പ്രൈസ് കിട്ടി. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. പീസിനുള്ള നോബൽ പ്രൈസാണ്. പക്ഷേ ലോകത്തിൻ്റെ വിശപ്പ് മാറ്റിയ മനുഷ്യനാണ് അദ്ദേഹം. ഈ ഓർഗാനിക് ഫാമിങ്ങിന് പകരം സയൻറ്റിഫിക് ഫാമിംഗ്, അതായത് ഗ്രീൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് നോമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് നമ്മുടെ മങ്കൊമ്പ് സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്തു 1960. നമ്മളും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ 1960കളിലൊക്കെ ഫുഡ് ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് ഫുഡ് കൊണ്ടുവരുമായിരുന്നു. ഓൾഡർ ജനറേഷൻ അറിയാം, നമ്മൾക്ക് അന്ന് കിട്ടുന്ന പാൽപ്പൊടിയും അല്ലെങ്കിൽ ഓയിലൊക്കെ UN-ൻ്റെ ധനസഹായമായിരുന്നു. ഞാനൊക്കെ അത് കഴിച്ചതാണ്. എൻ്റെ സമയത്ത് ഫാമിനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത് തുടരുന്നുണ്ടായിരുന്നു കുറേ വർഷങ്ങളോളം. നമ്മൾക്ക് വേറെ ആളുടെ ഫണ്ടിങ് കൊണ്ടായിരുന്നു നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 മില്യൺ ടൺസ് ഓഫ് വീറ്റ് നമ്മൾ ആനുവലി അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. 10 മില്യൺ ടൺസ്, അതായത് 1 കോടി ടൺ. 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്. 1 കോടി ടണ്ണാണ് നമ്മൾ വർഷത്തിൽ കൊണ്ടുവരുന്നത് അമേരിക്കയിൽ നിന്ന്. അപ്പോൾ ഇത് ഓർഗാനിക് ഫാമിംഗ് ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് അതായത് സീഡിൻ്റെ നല്ല വെറൈറ്റിയുള്ള സീഡ് എടുക്കുക. മെക്കാനൈസ്ഡ് ടൂൾസ്, അതായത് കലപ്പയും മറ്റത് ഉപയോഗിക്കുന്നതിന് പകരം ട്രാക്ടർ, ടില്ലർ അതുപോലുള്ള മെഷീൻസ് വന്നു. പിന്നെ ഇറിഗേഷൻ കൂടി, ഫെസിലിറ്റി കൂടി. പെസ്റ്റിസൈഡും പെസ്റ്റിസൈഡ്സ് ഓഫ് ഇൻ ജനറൽ, പിന്നെ അതുപോലെ ഫെർട്ടിലൈസർ യൂസ് ചെയ്തു. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് പഞ്ചാബിലായിരുന്നു 1967-68. വിതിൻ 6 months ഇന്ത്യക്ക് വേണ്ട ഭക്ഷണത്തിൻ്റെ 70% ആ ഒരു ചെറിയൊരു സംസ്ഥാനം പഞ്ചാബായിരുന്നു ഉണ്ടാക്കിയത്. 70% ഓഫ് ദ ടോട്ടൽ ഫുഡ് നീഡ് ഓഫ് ഇന്ത്യ ഇൻ 6 months പഞ്ചാബ് ഉണ്ടാക്കി. അത് അവിടെ വീറ്റായിരുന്നു. ഫാർമേഴ്സ് ഇൻകം ഇൻക്രീസ് ബൈ 70%. ഇന്ത്യസ് എക്കണോമി ബൂസ്റ്റഡ്. ഇതൊക്കെ സംഭവിക്കുന്നത് ആ ഒരു ഡിസിഷനാണ്. നമ്മൾ സയൻറ്റിഫിക് ഫാമിങ്ങിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു മാറ്റം ഉണ്ടാക്കിയ മാറ്റങ്ങളാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1971 2 വർഷം കൊണ്ട് ഇന്ത്യ സ്റ്റോപ്ഡ് വീറ്റ് ഇമ്പോർട്ട് ഫ്രം USA. ഇന്ന് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ 82 മില്യൺ ടണ്ണായിരുന്നു നമ്മൾ അന്ന് 1960 ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ 4 ഇരട്ടിയിലും കൂടുതലാണ്. 332 മില്യൺ ടണ്ണായിരുന്നു കഴിഞ്ഞ വർഷം നമ്മളുണ്ടാക്കിയ ഗോതമ്പിൻ്റെ വെയിറ്റ്. നമ്മളിന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം 11.14 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ റൈസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ന്. അത് മാത്രമല്ല, അതുപോലെ പല പ്രോഡക്ട്സും, മീറ്റ്, ടീ, ഷുഗർ, കോഫി, സ്പൈസസ്, ബേസിക്കലി ബഫലോ മീറ്റ്, പോത്തിറച്ചി, ഇതൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. കാരണം എന്താണ്? സയൻറ്റിഫിക് ഫാമിംഗ് മാത്രമാണ് ഇതിൻ്റെ റീസൺ. ഓർഗാനിക് ഫാമിംഗ് ആർ ദർ എനി അഡ്വാൻറ്റേജ്? എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ക്ലെയിം എന്താണെന്ന് വെച്ചാൽ
ഓർഗാനിക് ഫുഡ് ഈസ് ടേസ്റ്റിയർ ദാൻ നോൺ ഓർഗാനിക് ഫുഡ്. ഇത് പലരും പറയും, നിങ്ങളിൽ പലരും പറയും. അതായത് ഓർഗാനിക് ഫുഡ് നമ്മുടെ നാട്ടിൽ പച്ചില വളവും മറ്റേ ചാണകം ഇട്ട് ഉണ്ടാക്കിയ ഫുഡിന് മറ്റതിന് കാണി ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. ഇത് പല ബ്ലൈൻഡ് ടെസ്റ്റ് ലോകത്തിൽ നടത്തിയിട്ടുണ്ട്. 2 തരം ഫുഡ് കൊടുത്തു, ഓർഗാനിക് ഫുഡും നോൺ ഓർഗാനിക് ഫുഡും. ഇന്ന് വരെ ഒരാൾക്കും കൃത്യമായിട്ട് വിവേചിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങളാരെങ്കിലും ആ ചാലഞ്ചിനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഓർഗാനിക് ഫുഡും നോൺ ഓർഗാനിക് ഫുഡും വെച്ച് ചാലഞ്ച്. പക്ഷേ ബെറ്റ് വേണം. ബെറ്റ് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റാൽ എനിക്ക് തരണം 10 ലക്ഷം, നിങ്ങൾ ജയിച്ച ഞാൻ 10 ലക്ഷം തരും. ഇതെവിടെയും ജയിച്ചിട്ടാ എന്നുള്ളതാണ് സത്യം. ഒരാൾക്ക് ഫ്രഷാണ്, ഒന്ന് ഫ്രഷും ഒന്ന് ഫ്രഷ് അല്ലാന്ന് വെച്ചാൽ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. എല്ലാം ഒരേ ഫ്രഷ്നെസ്, ഒരേ സൈസ്, ഒരേ വെറൈറ്റി, പക്ഷേ ഡിഫറെൻറ്റ് ഫാമിംഗ് മാത്രം ഒരു ആൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ടേസ്റ്റ് ഡിഫറൻസും ഇല്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് ഫുഡ് ഈസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ നോൺ ഓർഗാനിക് ഫുഡ്. അതായത് അതിൽ ന്യൂട്രിയൻസ് കൂടുതലുണ്ടത് ഓർഗാനിക് ഫുഡ്. ഇതൊക്കെ ഒരുപാട് കെമിക്കൽ അനാലിസിസ് എല്ലാ ടൈപ്പ് ഓർഗാനിക് ഫുഡും നോൺ ഓർഗാനിക് ഫുഡും ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല എലമെൻ്റൽ കമ്പോസിഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻ കമ്പോസിഷനിൽ. ഇതൊക്കെ ഈ കാണുന്ന താഴെ കാണുന്നതൊക്കെ ഇതിൻ്റെ റെഫറൻസസ് ആണ് കേട്ടോ. ഈ ഒന്ന് കാണിക്കുന്നത് ഇത് ബ്ലൈൻഡ് ടെസ്റ്റ് നടത്തിയ ഒരു സ്റ്റഡിയാണ്. 1981 തന്നെ നടത്തിയ ആ ഒരു സ്റ്റഡിയുടെ റിസൾട്ടാണ്. അതിനുശേഷം ബ്ലൈൻഡ് ടെസ്റ്റ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. രണ്ടാമത് കാണിക്കുന്ന ഈ ഒരു ടെസ്റ്റ് നടക്കുന്ന റെഫറൻസ് ആണ് ഇത് വന്നിരിക്കുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ജേണലിലാണ്. അതായത് ഇതിൻ്റെ സ്റ്റഡി ചെയ്തത് ഓർഗാനിക് ഫുഡ് എടുത്തു, നോൺ ഓർഗാനിക് ഫുഡ് എടുത്തു, എന്തെങ്കിലും ഒരു കെമിക്കൽ കമ്പോസിഷൻ വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. മൂന്നാമത്തത് ഓർഗാനിക് ഫുഡ് ഈസ് നോട്ട് ഹെൽത്തിയർ. ഇത് പറഞ്ഞതാരാ? ഇതൊരു തലക്കെട്ടായിരുന്നു, മറ്റേ ഗാർഡിയൻ എന്നുള്ളൊരു ന്യൂസ് പേപ്പറിൻ്റെ തലക്കെട്ടായിരുന്നു. ഇത് പറഞ്ഞതാരാ? FSA ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് UK. അവർ പറഞ്ഞു നോ സിഗ്നിഫിക്കൻറ്റ് ന്യൂട്രീഷണൽ ബെനിഫിറ്റ് കമ്പയർഡ് ടു കൺവെൻഷനലി പ്രൊഡ്യൂസ് ഫുഡ്. ഇതിന് യാതൊരു ബെനിഫിറ്റും ഇല്ല, അഡീഷണൽ ബെനിഫിറ്റൊന്നുമില്ല. FSA അതിൻ്റെ റെഫറൻസാണ് കാണിച്ചിരിക്കുന്നത്. 2009 ഇറക്കിയ പ്രസ്താവനയാണ്. അവർ ഏകദേശം 50 ഡിഫറൻറ്റ് സ്റ്റഡീസ് നടത്തി, പല റിപ്പോർട്ടുകളും പഠിച്ചു. എന്നിട്ട് പറഞ്ഞത് ദ റിപ്പോർട്ട് കൺക്ലൂഡഡ് ദാറ്റ് ദർ ഈസ് നോ ഗുഡ് എവിഡൻസ് ദാറ്റ് കമ്പോസിഷൻ ഓഫ് ഓർഗാനിക് ഫുഡ് ഈസ് ബെനിഫിഷ്യൽ ടു ഹെൽത്ത്. മറ്റേതിൻ്റെ കാണിയും ബെറ്റർ ആണെന്ന് ഒരു പ്രൂഫും ഇല്ല എന്നുള്ളതാണ്. മോശമാണെന്നല്ല കേട്ടോ, ഓർഗാനിക് ഫുഡ് മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല, അതല്ല. ഇത് UK മാത്രം നടന്നതല്ല. ഫ്രഞ്ച് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ചെയ്തിട്ടുണ്ട്, സ്വീഡിഷ് നാഷണൽ ഫുഡ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സ്റ്റഡി അവസാനം വന്നിരിക്കുന്ന കൺക്ലൂഷൻ എന്താണ്? ദർ ഈസ് ലിറ്റിൽ എവിഡൻസ്, അതായത് ഒരു എവിഡൻസും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദർ ഈസ് ലിറ്റിൽ എവിഡൻസ് ദാറ്റ് ഈറ്റിംഗ് ഓർഗാനിക് ഫുഡ് ഇംപ്രൂവ്സ് യുവർ ഹെൽത്ത്. ഇതാണ് വാസ്തവം. അതിനുള്ള റെഫറൻസാണ് കാണിച്ചിരിക്കുന്നത്. സോ ദർ ഈസ് നോ ക്ലിയർ എവിഡൻസ് ദാറ്റ് ഓർഗാനിക് ഫുഡ് ഈസ് ന്യൂട്രീഷണലി സുപ്പീരിയർ ടു നോൺ ഓർഗാനിക് ഫുഡ്. അങ്ങനെ ആരും പറയണ്ട, അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ എഗെയിൻ ചാലഞ്ചിന് റെഡിയാണ്. അടുത്ത ക്ലെയിം ഓർഗാനിക് മാനുവർ ഇസ് കെമിക്കൽ ഫ്രീ. അതിൽ കെമിക്കൽ ഇല്ല, ഓർഗാനിക് മാനുവറിൽ കെമിക്കൽ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇതിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ കൂടുതൽ ആൾക്കാരും കെമിസ്ട്രി സ്റ്റുഡൻസ് ആണ്. അതിൽ ഓർഗാനിക് മാനുവറിൽ കെമിക്കൽസ് ഇല്ലേ? പെസ്റ്റിസൈഡ് ഇല്ല, കെമിക്കൽസ് ഇല്ലേ എന്നുള്ള ചോദ്യം. കെമിക്കൽസ് ഉണ്ടല്ലോ, ഒരുപാട് കെമിക്കൽസ്. ആക്ച്വലി അമോണിയം സൾഫേറ്റ് മാത്രമേ ഉള്ളൂ. ഓർഗാനിക് മാനുവറിൽ ലക്ഷക്കണക്കിന് കെമിക്കൽസ് ഉള്ളതാണ്. ഫാർ മോർ ദാൻ വാട്ട് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. അത് മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ അതിൽ കെമിക്കൽസ് ഉള്ള ക്ലെയിം ശരിയല്ല. അടുത്ത ക്ലെയിം നാച്ചുറൽ കെമിക്കൽസ് ആണ്. അപ്പോൾ കെമിക്കൽസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ പറയും നിങ്ങൾ പറയേണ്ട. ഇത് എൻ്റെ പല ടോക്കുകളിലും അവസാനം ഈ ഒരുപാട് ചെറിയ അഭിഷേകം വരും ഈ ഇതിൻ്റെ താഴെ കമൻറ്റ്. അതിൽ പറയുന്നത് പേഴ്സണൽ അറ്റാക്കൊക്കെ പോട്ടെ, ഈ പറയുന്നത് ആ കെമിക്കലല്ല, നിങ്ങൾ പറയുന്ന കെമിക്കലല്ല ഈ കെമിക്കൽ, നാച്ചുറൽ എന്ന് വരുന്ന കെമിക്കലല്ല, സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന കെമിക്കൽ. നാച്ചുറൽ കെമിക്കൽസ് ആർ ഡിഫറെൻറ്റ് ഇൻ ക്വാളിറ്റി ദാൻ സിന്തറ്റിക് കെമിക്കൽസ്. ഇങ്ങനെ വിശ്വസിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നോ ഓർഗാനിസം, നിങ്ങളുടെ പ്ലാന്റ് ആയാലും അനിമൽ ആയാലും മനുഷ്യനായാലും ആരായാലും, നോ ഓർഗാനിസം ഹാസ് ദ എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് എ കെമിക്കൽ വെദർ ഇറ്റ് ഈസ് ഓർഗാനിക് ഓർ കെമിക്കൽ, നാച്ചുറലി ഐസൊലേറ്റഡ് ഓർ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ്. ഒരാൾക്കും കണ്ടുപിടിക്കില്ല. അതിനും ചാലഞ്ചിന് 1 കോടിയുടെ ചാലഞ്ചിന് ഞാൻ തയ്യാറാണ്. തോറ്റാൽ നിങ്ങൾ തരേണ്ടിയിരുന്നത് മാത്രമേ ഉള്ളൂ. 1 കോടിയാണ് പ്രൈസ്. അതായത് ഞാനൊരു കെമിക്കൽ തരും, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരെ വിളിക്കാം, ന്യൂട്രലായ ആൾക്കാരെ. ഒന്ന് നാച്ചുറൽ സോഴ്സിൽ നിന്ന് വരുന്നത്, ഒന്ന് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയത്. സെയിം മെറ്റീരിയൽ, സെയിം ക്വാണ്ടിറ്റി, സെയിം ഡയലൂഷൻ പോട്ടെ. ഏതാണ് നാച്ചുറിൽ നിന്ന് വരുന്നത്, ഏതാണ് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ്. മറ്റേ 1 കോടി എൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടായതുണ്ടല്ലോ കേട്ടോ. 1 കോടിയൊന്നും എൻ്റെ അടുത്തില്ല. പക്ഷേ ഒരാളും ഇതെടുത്ത് വരില്ല, വന്നാൽ തോക്കും. 1 കോടി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ 1 കോടി ഉണ്ടെങ്കിൽ മാത്രമേ തോക്കുന്നുറപ്പാണ്. അങ്ങനെയൊന്നുമില്ല.
കെമിക്കൽ ഏത് സോഴ്സിൽ നിന്നായാലും സെയിം തന്നെയാണ്. അത് ഏത് ജീവിക്കും മനസ്സിലാക്കാനുള്ള കഴിവില്ല. റൂട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു, റൂട്ടിലൂടെ സ്പെസിഫിക് പ്രോട്ടീൻ വഴിയാണ്, ചാനൽ വഴിയാണ് ഇത് കയറുന്നത്. അത് K+ എന്ന രീതിയിലാണ് പൊട്ടാഷ്യം അയോൺ കയറുന്നത്. ആ K+ അയോൺ എങ്ങനെ ഏത് സോഴ്സിൽ നിന്ന്, ചാണകത്തിൽ നിന്ന് വന്നാലും പൊട്ടാഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് വന്നാലും K+ മാത്രമേ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമേ പോകുള്ളൂ. അതിന് ചെടിക്കറിയില്ല ഇത് എവിടെ നിന്നാണ്, ഇവൻ്റെ പൂർവ്വകാലം അറിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്കും. നമ്മൾ ഈ ഓരോ ടേസ്റ്റ് പറയുമ്പോൾ നമ്മൾക്ക് ടേസ്റ്റിന് ഓരോ ടേസ്റ്റിനും ഓരോതായ റിസപ്റ്റ് ഉണ്ട് നമ്മുടെ ടങ്ങിൽ, അതായത് നാവിൽ. ആ നാവിന് നമുക്ക് രുചിച്ച് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ അസ്കോർബിക് ആസിഡ്, അതായത് വിറ്റാമിൻ സി ഇവിടുന്ന് ഉണ്ടാക്കിയതാണോ അല്ല ലാബിലുണ്ടാക്കിയതാണോ അല്ല ഐസൊലേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അത് കെമിക്കലായ രീതിയിൽ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ്. ചാലഞ്ചിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവരോട് പറയാം. ഞാൻ റെഡിയാണ്. അടുത്ത ക്ലെയിം, ഓർഗാനിക് ഫാമിംഗ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയർ ദാൻ കൺവെൻഷണൽ ഫാമിംഗ്. അത് ചിലവർ പറയും അത് ശരിയാണ്, ഓർഗാനിക് ഫാമിംഗ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. എന്നുവെച്ചാൽ ഒരുപാട് ഫെർട്ടിലൈസറൊക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ്. ഞാൻ ഈൽഡിൻ്റെ കാര്യം പറഞ്ഞു. ശ്രീലങ്കയുടെ ഈൽഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. അത് 20% കുറഞ്ഞത്. അപ്രോക്സിമേറ്റ്ലി 20% കുറഞ്ഞത് ഓർഗാനിക് ഫാമിംഗ് മുമ്പ്. ഏറ്റവും ബെസ്റ്റ് ഈൽഡ്, ഇതൊരു സ്റ്റഡിയാണ്. ആ സ്റ്റഡിയുടെ പേപ്പറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ പേപ്പറിൽ ഹോൾഗർ ക്രിഷ്മാൻ എന്ന് പറയുന്ന ഒരാളുടെ പേപ്പറാണ്, ഔട്ട്ലുക്ക് ഓൺ അഗ്രികൾച്ചർ. ആ സ്റ്റഡിയിൽ അയാൾ ഏറ്റവും ബെസ്റ്റ് ഈൽഡ് എന്ന് പറഞ്ഞാൽ 65% ഓഫ് ടോട്ടൽ. അതായത് സാധാരണ ക്രോപ്പിങ്ങിൽ 100 കിട്ടുന്നുണ്ടെങ്കിൽ 65 ബെസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ശ്രീലങ്കയിൽ 20 കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ സാധാരണ കണ്ടീഷൻ അത്രയ്ക്ക് ഉണ്ട്. ഇത് അത്രയും വളരെ കൺട്രോൾഡ് കണ്ടീഷനിൽ ഇഷ്ടംപോലെ ന്യൂട്രിയൻസൊക്കെ കൊടുത്തിട്ട് 65 മാത്രമാണ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ പോരാ ഇന്നത്തെ വേൾഡ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് വേണം? പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി എന്താ വഴി? ഓർഗാനിക് ഫാമിംഗ് ആണെങ്കിൽ 100 ഉള്ളിടത്ത് നമുക്ക് 65 ഉള്ളൂ. 100 ആക്കണമെങ്കിൽ എന്ത് വേണം? സയൻറ്റിഫിക് ഫാമിംഗ് പറ്റില്ല, ഓർഗാനിക് ഫാമിംഗ് മാത്രമാണ്. എന്ത് ചെയ്യണം? ഏരിയ കൂട്ടണം. 1 ഏക്കർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ 1.54 ഏക്കർ കൃഷി ചെയ്താൽ മാത്രമേ 100 കിട്ടുള്ളൂ. അത് അസ്യൂമിങ് ദാറ്റ് ഈൽഡ് 65%. 65% വളരെ റെയറാണ്. ഈവൺ ഇഫ് 65% ആണെങ്കിൽ 1.54, അതായത് 54% ഏരിയ നമ്മൾ കൂട്ടണം. ഇപ്പം ലോകത്തിലുള്ള കൃഷിയിടങ്ങളുടെ ഏരിയ 54%, പകുതിയിലധികം വീണ്ടും കൂട്ടണം എന്നുള്ളതാണ്. എവിടെ നിന്ന് കൂട്ടും? അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഒന്നും നിങ്ങൾക്ക് ബാധകമല്ലേ? അതൊന്നും എൻവയോൺമെൻറ്റിൽ പെടൂലേ? നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ പെടൂലേ? ഇത്രയും ഏരിയ കൂട്ടണമെങ്കിൽ ഒരുപാട് വനങ്ങൾ നശിപ്പിക്കേണ്ടി വരും. ഡീഫോറസ്റ്റേഷൻ അത് എൻവയോൺമെൻറ്റിൽ പെടൂലേ? ആ ഡീഫോറേഷൻ നടക്കുമ്പോൾ അവിടെയുള്ള എക്കോസിസ്റ്റം, അവിടെയുള്ള ജീവികളുടെ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ പെടില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ, ഈ ഈൽഡൊന്നും കണക്കിലെടുക്കാതെ ആൾക്കാരോട് പറയുന്നത് ഇത് നല്ലതാണെന്ന്. ഇതാണ് ആക്ച്വൽ കണക്ക്. വേറൊരു കണക്ക്, ഇത് ആ ലെഫ്റ്റ് കാണുന്ന ആ കറുത്ത ഇത് ഓർഗാനിക് ഫാമിങ്ങിലൂടെ 1 ഹെക്ടറിൽ എത്ര മില്യൺ ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തിറക്കി എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നല്ലതല്ല അല്ലേ? ഒരുപാട് പുറത്തേക്ക് പോയാൽ ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് വഴി ഏകദേശം 3 ടണ്ണാണ്, മെഗാഗ്രാമിലാണ് കാണിച്ചിരിക്കുന്നത്, 3 ടണ്ണാണ് 1 ഹെക്ടറിൽ പുറത്ത് വിടുന്നത്. സാധാരണ ഫാമിങ്ങിൽ, അത് സയൻറ്റിഫിക് ഫാമിങ്ങിൽ ഏകദേശം 4 ആണ്. 4 ടണ്ണാണ് പുറത്തേക്ക് വിടുന്നത്. ഹെക്ടറിൻ്റെ കണക്കല്ല ഇവിടെ പറയേണ്ടത്. ഹെക്ടറിൻ്റെ കണക്ക് പറഞ്ഞാൽ ആ ഏരിയ മാത്രമേ നമ്മൾക്ക് വേണം. ഇതിൻ്റെ കൂടെ 1.54 റൈറ്റ്, 54% ഏരിയ കൂടി കൂട്ടണം. എന്നാലേ മാത്രമേ നമ്മൾക്ക് വേണ്ടത്ര ഫുഡ് കിട്ടുള്ളൂ. അപ്പോൾ പെർ പ്രൊഡക്ഷൻ നോക്കുമ്പോൾ ആ ഏരിയ കൂടി കിട്ടുമ്പോൾ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ ഇതാണ് കണക്ക്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഓർഗാനിക് ഫാമിങ്ങിൽ ഏകദേശം 6 ടൺ വേണം ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. അതേ എമൗണ്ട്, ഈ എമൗണ്ട് സെയിം എമൗണ്ടാണ് ഇവിടെ. ഇത്രയും എമൗണ്ട് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 6 ടൺ കാർബൺ ഡൈ ഓക്സൈഡാണ് നിങ്ങളുടെ പുറത്തേക്ക് വിടുന്നത്. നേരെ മറിച്ച് സാധാരണ ഫാമിംഗ് ആണ് 4 ആണ്. അപ്പോൾ അതും പൊളിഞ്ഞു. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണെന്നുള്ളതും പൊളിഞ്ഞു. ഒന്നാമത് ഡീഫോറസ്റ്റേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ പുറത്തു വിടുന്നു. പിന്നെ എന്ത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്നാണ് നിങ്ങൾ പറയുന്നത്? സോ കൺവെൻഷണൽ ഫാമിംഗ് ഈസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയർ ദാൻ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളതാണ് വസ്തുത. അടുത്ത ക്ലെയിം, ഓർഗാനിക് ഫുഡ് ഈസ് നാച്ചുറൽ. സംശയമില്ല. ആൻഡ് ടോക്സിൻ ഫ്രീ, അതിലൊരു ടോക്സിക് സാധനമില്ല. കൺവെൻഷണൽ ഫുഡ് ഈസ് ലെസ് ഹെൽത്തിയർ ഡ്യൂ ടു പെസ്റ്റിസൈഡ്
ആൻഡ് സോൺ. അതിൽ പെസ്റ്റിസൈഡ് ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഹെൽത്തിയർ അല്ല എന്നുള്ളതാണ്. ഇത് പറയുന്ന അപ്പീൽ ടു നേച്ചർ എന്ന് പറയുന്നൊരു ലോജിക്കൽ ഫാലസിയാണിത്. നേച്ചറിൽ നിന്ന് വരുന്നതെല്ലാം നല്ലതാണ്, നാച്ചുറലാണ്. അത് മറ്റേ ഹെയർ ഓയിലായാലും മറ്റേ കാമിലാരി ആയാലും എല്ലാം നേച്ചറിൽ നിന്ന് വരുന്നതാണ്, അത് നല്ലതാണ്. അത് അപ്പീൽ ടു നേച്ചർ എന്ന് പറഞ്ഞൊരു ലോജിക്കൽ ഫാലസി മാത്രമാണ്. ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പലരും കെമിസ്റ്റ് അല്ലാത്തവരുണ്ടായിരിക്കും, പല കെമിക്കൽസിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിൽ ഏതാണ് വിഷം ഏതാണ് വിഷമല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഒരു കെമിസ്ട്രി സ്റ്റുഡൻറ്റ് അറിയുന്ന സ്റ്റുഡൻറ്റ് ഇത് എല്ലാത്തിൻ്റെ സ്ട്രക്ചർ ആർക്കും ഓർമ്മയുണ്ട്. ഇപ്പം ഞാനായാലും അല്ലെങ്കിൽ എന്നെ പോലുള്ള ഒരു ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളായാലും അവരെ വിളിച്ച് കാണിച്ചാൽ എല്ലാത്തിൻ്റെ പേരും പ്രോപ്പർട്ടി ഓർമ്മയുണ്ടാവുക ഇല്ല. ഇതെല്ലാം കാർബൺ, ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഉണ്ടാക്കിയ സാധനങ്ങളാണ്, ഒരു വ്യത്യാസമില്ല. ഇനി ഞാൻ അടുത്ത സ്ലൈഡ് ഞെക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് ഏത് പറയാം. അതാ വന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഏകദേശം ഇത് പിപ്പറിനാണ്, പെപ്പറിലുള്ള നമ്മുടെ പെപ്പറുള്ള പിപ്പറിനാണ്. അത് ഡേഞ്ചറസ് ആണ്, അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അത് മനുഷ്യനെ കൊല്ലുമെന്നുള്ളതാണ്. ഇത് വേറൊരു ടോക്സിനാണ്. ഫിഷിൽ നിന്ന്, ഷെൽ ഫിഷ് എന്ന്, നമ്മുടെ ക്ലാംസ്, കക്ക പോലുള്ള ഇതുണ്ടല്ലോ, ക്ലാംസ് എന്ന് വരുന്ന സാധനമാണ്. ഇത് ഒലിയാൻഡ്രിൻ. ഇത് കഴിച്ചിട്ട് മരിച്ചവരുണ്ട്. ഒലിയാൻഡർ എന്ന് പറയുന്നത് നമ്മുടെ അരളിയുടെ പൂവ് കഴിച്ച് മരിച്ചത് നമ്മൾ കേരളത്തിൽ സംഭവിച്ചില്ലേ? അല്ലേ സംഭവിച്ചത് 2-3 മാസങ്ങൾക്ക് മുമ്പ്. ഒലിയാൻഡറിനാണ്, അരളിയിലുള്ള സാധനമാണ്. ഇത് ബലഫോസ്, നാച്ചുറൽ ഹെർബിസൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഇതെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റാണ്. ഇത് മാത്രമല്ല, ഈ 2 ചുവന്നത് മാത്രമല്ല, എൻഡോസൾഫാൻ നാച്ചുറൽ അല്ല, ഇതും നാച്ചുറൽ അല്ല. ഇതൊക്കെ നമ്മൾ ഇൻസെക്ടിസൈഡായിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഒന്ന് നാച്ചുറലാണ് ഒന്ന് അൺനാച്ചുറലാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഏത് നല്ലതാണ്? ഇത് ഉദാഹരണത്തിന് ഇത് ഗ്ലൂക്കോസ്, ഇത് നമുക്ക് എസെൻഷ്യലായ ഒരു സാധനമാണ്. ഇത് സൈറ്റോസിൻ, നമ്മുടെ DNA ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ RNA ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിയോബേസാണ്, നമുക്ക് എസെൻഷ്യലായ സാധനമാണ്. മറ്റുള്ളതൊക്കെ ടോക്സിനാണ്. ഇത് നമ്മുടെ വെള്ളരിക്ക അല്ലെങ്കിൽ കുക്കുർബിറ്റീസ് ഫാമിലിയിലുള്ള ഒരു ടോക്സിനാണ് കുക്കുർബിറ്റാസിൻ. വളരെ ഡേഞ്ചറസ് ആയ ടോക്സിനാണ്. അത് കൂടുതലായാൽ ആൾക്കാർ മരിക്കുന്നുള്ളതാണ്. പാവക്ക ജ്യൂസൊക്കെ കഴിക്കുന്നവർ, സ്ഥിരമായി കഴിക്കുന്നവർ ശ്രദ്ധിച്ചോളി. പാവയ്ക്കയിലേക്ക് ഒരുപാടുള്ള സാധനമാണിത്. ലിനോമാരിൻ എന്ന് പറയുന്നത് നമ്മുടെ ടാപ്പിയോക്ക, കപ്പ അല്ലെങ്കിൽ എന്താ കസാവ, മരച്ചിനി, അതിലുള്ള സാധനമാണ്, ഡേഞ്ചറസ് ആണ്. ഇത് സയനൈഡ് ഉണ്ടാക്കും. ഇത് നമ്മുടെ ശരീരത്തിൽ പോയി നമ്മുടെ ഗ്ലൈക്കോസിഡേസ്, ഇതൊരു ഷുഗർ ബേസാണ്, ഇത് ഗ്ലൂക്കോസാണ്. ആ ഗ്ലൂക്കോസിനെ മാറ്റുമ്പോൾ അത് ഗ്ലൂക്കോസും അസറ്റോണും ഹൈഡ്രജൻ സയനൈഡുമായിട്ട് മാറും. ഹൈഡ്രജൻ സയനൈഡ് ഈസ് ആസ് ഈക്വലൻ്റ് ആസ് പൊട്ടാഷ്യം സയനൈഡ് എന്നാണ്. അത് സയനൈഡ് ഉണ്ടാക്കും. അപ്പോൾ ആ കസാവയെ തിന്നാലും പ്രശ്നമാണ്, ഈ ഒരു പർട്ടിക്കുലർ ഐറ്റം കൂടിയാൽ. ഇപ്പോഴും നമ്മൾ കസാവ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഈ സയനൈഡ് ഇല്ലാതെ അല്ലെങ്കിൽ സയനൈഡ് കുറഞ്ഞ കസാവ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സൊലാനിൻ, പൊട്ടാറ്റോ, അതായത് സൊളനേഷ്യസ് വെജിറ്റബിളിലുള്ള അല്ലെങ്കിൽ പൊട്ടാറ്റോ ഇല്ലേ, പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിലുള്ള വിഷപദാർത്ഥമാണ്. എസ്പെഷ്യലി സ്പ്രൗട്ടിങ് സമയത്ത് പച്ച കളർ വരുമ്പോഴത് അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വെറുതെ അല്ല. ആ സമയത്ത് ഇതിൻ്റെ അളവ് കൂടും. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഛർദി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആൾക്കാർ മരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോസ് ഡിറ്റർമിൻസ് ദ ടോക്സിസിറ്റി എന്നാണ്. എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നേച്ചുറൽ സാധനത്തിലും ഉണ്ട്, നമ്മൾ സിന്തറ്റിക്കായ എൻഡോസൾഫാനിലായാലും ഉണ്ട്, എൻഡ്രിനായാലും ഉണ്ട്, ആൾഡ്രിനായാലും ഉണ്ട്, അതുപോലെ നേച്ചറിൽ നിന്ന് വരുന്ന സാധനങ്ങളിലുണ്ട്. ഡോസാണ് തീരുമാനിക്കുന്നത് ഒന്ന് ടോക്സിക് ആണോ അല്ലയോ എന്ന്. ഉദാഹരണത്തിന് വെള്ളം പോലും ടോക്സിക് ആണ്. വെള്ളം 6 ലിറ്റർ വെള്ളം ഒറ്റ ട്രിപ്പിൽ കുടിച്ച ആൾക്കാർ മരിക്കും. ലീതൽ ഡോസ് ഓഫ് വാട്ടർ 6 liters പെർ പേഴ്സൺ. 6 ലിറ്റർ വെള്ളം ഒറ്റ ട്രിപ്പിന് കുടിച്ചാൽ ആ മരിക്കും. ഇതാണ് ലീതൽ ഡോസ് ഓഫ് സെവറൽ കെമിക്കൽസ്. അതായത് ഷുഗർ 29.7 ഗ്രാമാണ് പെർ കിലോഗ്രാമാണ്. ഓക്കെ, ഇൻറ്റു നിങ്ങളുടെ വെയിറ്റാണ് കൂട്ടുന്നത്. അത്രയും ഷുഗർ തിന്ന ആൾക്കാർ മരിക്കും. ഗ്ലൂക്കോസ് 25.8 പെർ ഗ്രാം ഇൻറ്റു യുവർ വെയിറ്റ് മരിക്കുന്നുള്ളതാണ്. അതിൽ അങ്ങനെ പലതും കാണുന്നു. അതിൽ നിങ്ങൾക്ക് കാണാം, ഞാനതിൽ ചുവന്ന വിറ്റാമിൻ സി 11.9 ലീതൽ ഡോസാണ്. 11.9 ഗ്രാം പെർ കിലോഗ്രാം ലീതൽ ഡോസാണ്. വിറ്റാമിൻ സി കൂടുതൽ കഴിച്ചാലും ആൾക്കാർ മരിക്കാം. എയർ ഓക്സിജൻ കൂടുതലായാലും ആൾക്കാർ മരിക്കാം. യൂറിയ 8.9, ഫ്രക്ടോസ് നമ്മൾ ഫ്രൂട്ടിലുണ്ടാവുന്ന ഷുഗർ 4 ഗ്രാമാണ്. യൂജിനോൾ നമ്മുടെ ക്ലോവ്, അതായത് ഗ്രാമ്പൂവിലുള്ള യൂജിനോളിൻ്റെ ഇതാണ് അവിടെ കാണിച്ചിട്ട് 2.7 ഗ്രാമാണ്, ഗ്രാം പെർ കിലോഗ്രാമാണ്. വാനിലയിലുള്ള വാനിലിൻ ഒരു ആൾഡിഹൈഡാണ്, അതിൻ്റെ ലീതൽ ഡോസാണ് കാണിച്ചിരിക്കുന്നത് 1.6 ഗ്രാം. തിയോബ്രോമിൻ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിലുള്ള ഇതാണ്, ചോക്ലേറ്റിലുള്ള ഒരു ബേസാണ്, ന്യൂക്ലിയോ ബേസ് പോലുള്ള സാധനമാണ്. തിയോബ്രോമിൻ്റെ ഇതാണ് കാണിച്ചിരിക്കുന്നത് 950 മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഐബുപ്രൂഫിൻ നമ്മുടെ മരുന്നാണ്, അതിനും ലീതൽ ഡോസ് ഉണ്ട്.
മരുന്ന് കഴിച്ചാലും ഓവർ ഡോസ് കഴിച്ചാൽ ചാവും. പാരസെറ്റമോൾ അളവിൽ കൂടുതൽ കഴിച്ചാൽ മരിക്കും, ലിവർ അടിച്ച് മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഐബുപ്രോഫിൻ്റെ 636 സൊലാനിൻ, നേരത്തെ പറഞ്ഞ ആ സൊളനേഷ്യസ് വെജിറ്റബിളിലെ സൊലാനിൻ്റെത് അതിനെ കാണി കുറവാണ്. ഐബുപ്രോഫിനെ കാണിയും ഡേഞ്ചറസ് ആണ്. എന്ത് സൊളാനിൻ 590 മാത്രമേ ഉള്ളൂ. കൗമാനിൻ, അതായത് സിനമണില്ലേ, നമ്മുടെ കറുവപ്പട്ടയിലുള്ളതാണ്, അത് അതിനെ കാണാൻ ഡേഞ്ചറസ് ആണ്. 293 മാത്രമേ ഉള്ളൂ മില്ലിഗ്രാം. ആസ്പിരിൻ, കഫീൻ, കോഫിയിലുള്ള കഫീൻ, അതിൻ്റെ ലീതൽ ഡോസാണ് 192 മില്ലിഗ്രാം പെർ കിലോഗ്രാം. ഇതിന് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നിക്കോട്ടിൻ 50 മില്ലിഗ്രാം. ക്യാപ്സാസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കത്തിലൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ചില്ലിയിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. 4.47 മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ. വിറ്റാമിൻ D3 അധികം കഴിച്ചാൽ പ്രശ്നമാണ്. 37 മില്ലിഗ്രാം. പെപ്പറിലുള്ള പിപ്പിരിഡിൻ 30 മില്ലിഗ്രാം. അതാണ് ലീതൽ ഡോസ്. കുക്രുബിറ്റാസിൻ ഞാൻ നേരത്തെ പറഞ്ഞു, കുക്രുബിറ്റേഷ്യസ് വെജിറ്റബിളിലുള്ള കുക്രുബിറ്റാസിൻ 1.2 മില്ലിഗ്രാം. ഒരു സൂചി മുട്ടിൻ്റെ തലയിലുള്ള അത്രയും മതി ഒരാളെ കൊല്ലാൻ പറ്റും, അല്ല പെർ കിലോഗ്രാം ഇൻറ്റു 80 ഓർ സോ. അക്കോനിറ്റിൻ എന്ന് പറഞ്ഞ ഒരു ആയുർവേദത്തിലുള്ള ഒരു മരുന്നാണ്. അതിൻ്റെ മലയാളം പേര് എനിക്ക് ഓർമ്മയില്ല. അതിൽ 80 മൈക്രോഗ്രാമാണ്. 1 മില്ലിഗ്രാമിൻ്റെ 1000 ഭാഗമാണ് മൈക്രോഗ്രാം. 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞ സൂചി മുട്ടിൻ്റെ തലയിലുള്ളത്. അതിൻ്റെ 1000 ആണ് അതിൻ്റെ ലീതൽ ഡോസ്. റൈസിൻ എന്ന് പറഞ്ഞാൽ റെസിനസ് കമ്മ്യൂണിസ് അല്ലെങ്കിൽ നമ്മുടെ ആവണക്കിലുള്ള പ്രോട്ടീനാണ് റൈസിൻ. വളരെ ഡേഞ്ചറസ് ആയ ഒരു മെറ്റീരിയലാണ്. 22 മൈക്രോഗ്രാം മാത്രമേ അതിൻ്റെ ലീതൽ മാത്രം ആവശ്യം മതി പെർ കിലോഗ്രാം. അബ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുന്നിക്കുരു, ചുവന്ന ഒരു കുരു അറിയോ, ഒരു കറുത്ത ഡോട്ടുള്ള കുന്നിക്കുരു, അതിലുള്ള പ്രോട്ടീനാണ് അബ്രിൻ. അത് വെറും 22 മൈക്രോഗ്രാം. ടെട്രാഡോടോക്സിൻ ഒരു ഫിഷിൽ നിന്ന് വരുന്നതാണ്, പഫർ ഫിഷിൽ നിന്ന്. അത് ഫ്യൂ മില്ലിഗ്രാംസ്, 8. നമ്മുടെ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഭീകരമായ നജ, അതായത് മൂർഖൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, അതിൻ്റെയൊക്കെ ഇത് കാണിച്ചിരുന്നു. അവരൊക്കെ വളരെ ശിശുക്കളാണ് ഈ കെമിക്കൽസിൻ്റെ മുമ്പിൽ. അണലിക്കൊക്കെ 330 മൈക്രോഗ്രാമൊക്കെ വേണം പെർ കിലോഗ്രാമാണ്. ഇൻറ്റു 80, ഇഫ് ഇറ്റ് ഈസ് മൈ വെയ്റ്റ് 80 ഇൻറ്റു ദാറ്റ് മച്ച് ക്വൈറ്റ് നമ്പർ ഈസ് റിക്വയർഡ്. ഏറ്റവും വിഷം കൂടിയത് ക്രൈറ്റ് ആണ്, അത് 90 മൈക്രോഗ്രാം. അതിനെക്കാണെങ്കിൽ എത്രയോ ഭീകരന്മാരാണ് ഈ പറയുന്ന നേച്ചറിൽ നിന്ന് വരുന്ന കെമിക്കൽസായി ഞാൻ പറയുന്ന അബ്രിനായാലും സിഗോടോക്സിനായാലും അങ്ങനെ പലതും. ബൊട്ടുലിനിയം ടോക്സിൻ 1 നാനോഗ്രാം പെർ കിലോഗ്രാമാണ്. 2 ഗ്രാം ബൊട്ടുലിനിയം ടോക്സിൻ ഉണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ആൾക്കാർ മരിക്കും. 2 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം. ഒരു നാച്ചറിൽ നിന്ന് വരുന്നതൊക്കെ സേഫ് ആണെന്ന് പറയുന്നത് വെറും അപ്പീൽ ടു ഇതാണ് ടാക്സസ് ബ്രെവിഫോളിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ക്യാൻസറിന് ഉണ്ടാക്കുന്ന ടാക്സോൾ ഉണ്ടാക്കുന്ന ചെടിയാണ് ടാക്സസ് ബ്രെവിഫോളിയ എന്നുള്ള ചെടി. അതിൽ നിന്ന് തന്നെ വരുന്ന ഒരു സാധനമാണ് ടാക്സിൻ. വളരെ ഡേഞ്ചറസ് ആണ്. അതിൻ്റെ 3 മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് അതിൻ്റെ ലീതൽ ഡോസ്. ഇതാണ് ബോട്ടുലിനിയം ടോക്സിൻ ഞാൻ പറഞ്ഞു, ലീതൽ ഡോസ് നാനോഗ്രാം. അതായത് 1 ഗ്രാം ഉണ്ടെങ്കിൽ 1,25 ലക്ഷം ആൾക്കാർ മരിക്കും. ഇത് നമ്മുടെ ഫേൺ, അതിൽ വരുന്ന ടാക്കിലോസൈഡാണ്. അത് കാർസിനോജനാണ്, ക്യാൻസർ ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ്. ഇത് സൈക്കാസിൻ, അഗെയിൻ കാർസിനോജനിക്. സൈക്കസ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഈന്ത് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ചെടിയിലുള്ള ഡേഞ്ചറസ് ആയ കെമിക്കലാണ്. അങ്ങനെ പലത്. ഇതാണ് അബ്രിൻ എന്ന് ഞാൻ പറയും, കുന്നിക്കുരു എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് ടെട്രാഡോടോക്സിൻ, പൊട്ടാഷ്യം സയനൈഡിൻ്റെ 100 ഇരട്ടി ഡേഞ്ചറസ് ആയ സാധനമാണ് ഈ ഫിഷിൽ നിന്ന് വരുന്ന ടെട്രാഡോടോക്സിൻ. അങ്ങനെ പലത് നിങ്ങൾക്കറിയാം. ഇതാണ് റൈസിൻ, റെസിനസ് കമ്മ്യൂണിസ് അല്ലെങ്കിൽ ആവണക്ക്. ഈ സാധനം ചതുകുപ്പ അല്ലെങ്കിൽ ശതകുപ്പ അനീസ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ സാഫ്രോണ്ട് കാർസിനോജനാണ്, ക്യാൻസർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഉന്മത്തം, അതിലുണ്ടാകുന്ന അട്രോപ്പൻ ഡേഞ്ചറസ് ആണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച, ഇതിലൊരുപാട് പൈഡ്രോസോളിനുണ്ട്, അത് ക്യാൻസറസ് ആണ്. ലിവർ ടോക്സിക്, ഹെപ്പറ്റോടോക്സിക് ആണ്. ഇത് ചിറ്റമൃത് അല്ലെങ്കിൽ ഗുഡൂച്ചി ചിറ്റമൃത്, അമൃതവല്ലി എന്നൊക്കെ പറയുന്ന നമ്മുടെ പുന്നാര ചിറ്റമൃതിലുണ്ടായിരിക്കുന്ന ഒരു മരുന്നാണ് ബർബറിൻ, വിച്ച് ഈസ് ഹെപ്പറ്റോടോക്സിക്. അത് കഴിച്ചാൽ ലിവർ അടിച്ച് ചാവും. ഇത് അരിസ്റ്റോലോക്കിക് ആസിഡ്, ഈശ്വരമുല്ല എന്നൊക്കെ പറയുന്ന അരിസ്റ്റോലോക്കിയ ഇൻഡിക്ക, ഐ തിങ്ക്, അതിലുള്ള സാധനമാണ്, ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ചിറ്റമൃതിലുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ ഏകദേശം 100 കോമ്പൗണ്ടിൻ്റെ പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഇത്. നമ്മൾ വിചാരിക്കുന്ന ഇതിലൊന്നും കെമിക്കലില്ല, കെമിക്കൽ ഫ്രീ അഡ്വർടൈസ്മെൻറ്റൊക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് അല്ലേ. എല്ലാം കെമിക്കൽ ഫ്രീ ആണ്, അത് സേഫായിട്ട് ഉപയോഗിക്കാം, നേച്ചറിൽ നിന്ന് വരുന്നതൊക്കെ കെമിക്കൽ ഫ്രീ എന്നുള്ളത് വെറും അപ്പീൽ ടു നേച്ചർ മാത്രമാണ്. അതൊരു ലോജിക്കൽ ഫാലസി മാത്രമാണ്. ഇതിലെല്ലാത്തിലും കെമിക്കൽസ് ഉണ്ട്. വാട്ട് ഡിറ്റർമിൻസ് ദ ടോക്സിസിറ്റി ഇസ് ദ ഡോസ്. എത്രയാണ് നിങ്ങൾ കഴിക്കുന്നുള്ളതാണ് ഒരു കെമിക്കലിൻ്റെ ടോക്സിസിറ്റി തീരുമാനിക്കുന്നത്. വെള്ളമാവാം, പാമ്പിൻ്റെ വിഷമാവാം,
അബ്രിനാവാം, ടെട്രഡോടോക്സിൻ ആവാം, പൊട്ടാഷ്യം സയനൈഡ് ആവാം. അതിൻ്റെ ഡോസാണ് തീരുമാനിക്കുന്നത് അത് നല്ലതാണോ അല്ലെങ്കിൽ ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത്. ഇങ്ങനെയുള്ള അപ്പീൽ ടു നേച്ചർ നിങ്ങൾക്കെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും മാത്രമേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.